മൈല എന്ന് പറഞ്ഞാൽ വയലയില എന്നർത്ഥം. അങ്ങനെ വയലയിലെ കൃഷി നടത്തിയ സ്ഥലം മൈലം എന്നറിയപ്പെട്ടു. അങ്ങനെ താമരയുടെ ഷേപ്പിൽ ബ്രാഹ്മണർ താമസിച്ചിരുന്നുണ്ട്. ആ സ്ഥലത്തിന് താമരക്കുടി എന്ന് പേര് വന്നു. താമരയുടെ ഷേപ്പിൽ കുടി വെച്ച് താമസിക്കുന്ന താമരക്കുടി പേര് വന്നു. അന്ന് വളരെ ശ്രദ്ധേയമായ യാഗങ്ങൾ, യജ്ഞങ്ങൾ ഈ ഭൂമിയിൽ നടന്നിരുന്നു. അങ്ങനെ 24 മണിക്കൂറും യാഗവും യജ്ഞവും നടന്ന സ്ഥലം പട്ടാഴി എന്നറിയപ്പെടുന്നു. വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ദേശം പണ്ട് വലിയൊരു രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. കുലശേഖര ചക്രവർത്തിമാർ കേരളം ഭരിക്കുമ്പോൾ 24 തളികളായിരുന്നു. 23 തളി കണ്ടെത്തി, 24ാമത് തളി കണ്ടെത്താൻ പറ്റിയില്ല. ഞാൻ MA ഹിസ്റ്ററിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കലയപുരത്തിന്റെ വടക്ക് ഒരു 14 അടി പൊക്കത്തിൽ ഒരു ശിവലിംഗം നിൽപ്പുണ്ട് എന്ന് മനസ്സിലായത്. ഞാനത് കാണാൻ പോയി. അതിന്റെ താഴെ ഒരു തളിക്കൽ ചിറയുണ്ട്. അതിന് ചുറ്റും ഒരു 5 ഏക്കർ സ്ഥലത്ത് 5 അടി നീളം വീതിയുള്ള പാറക്കല്ലിൽ കൊത്തിയ താമരകൾ 19 എണ്ണമാണ്. അപ്പൊ എനിക്ക് സംശയം വന്നു, ഈ കാണാതെ പോയ കുന്നത്തൂർ താലൂക്കിലുള്ള ഈ തളിയാണോ? ഞാൻ അടൂർ രാമേന്ദ്രൻ ഗസറ്റിയുടെ ചീഫ് എഡിറ്ററെയും അന്നത്തെ ആർക്കിയോളജി ഡയറക്ടറായിരുന്ന മഹേശ്വരൻ നായരെ പോയി കണ്ടു. അവർ രണ്ടുപേരും ഇവിടെ വന്ന് അത് പഠിച്ച ശേഷം കാണാതെ പോയ കുന്നത്തൂർ തളി അതാണ് എന്ന് കണ്ടെത്തി ആ ക്ഷേത്രം പുതുക്കി പണിഞ്ഞു. ഐഷ പോറ്റി ഇവിടെ MLA ആയിരുന്നപ്പം ദേവസ്വം ബോർഡിൽ നിന്ന് ഫണ്ട് കൊണ്ടുവന്നു. അങ്ങനെ തളിക്കൽ ക്ഷേത്രം പുതുക്കി പണിഞ്ഞ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. തളിക്കൽ ക്ഷേത്രത്തിന്റെ രാജാക്കന്മാർ കലയ രാജാക്കന്മാരായിരുന്നു. കലയൻ എന്ന് പറഞ്ഞാൽ തലയിൽ ചന്ദ്രക്കലുള്ള പരമശിവൻ എന്നർത്ഥം. കലയന്റെ പുരമായതുകൊണ്ടാണ് കലയപുരം എന്ന സ്ഥലത്തിന് പേര് കിട്ടിയത്. ആ ക്ഷേത്രം വളരെ പ്രസിദ്ധമായി നിൽക്കുന്ന കാലത്താണ് അന്നത്തെ ആയി രാജാക്കന്മാർ, അത് ഏറ്റവും പ്രസിദ്ധനായ നെടുവൻ ചക്രവർത്തി ഇതുവഴി വരികയും അദ്ദേഹം ഇവിടെയുള്ള സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ട് വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ നെടുവൻ വിവാഹം കഴിച്ച് ഭാര്യയ്ക്ക് പട്ടണമൊക്കെ പറഞ്ഞുകൊടുത്ത സ്ഥലം നെടുവത്തൂർ എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകനായിരുന്നു ഏനടി. ഇതുവഴി വരുന്ന സമയത്ത് മറ്റൊരു സുന്ദരിയെ കണ്ടിട്ട് ആ സുന്ദരിയെ വിവാഹം കഴിച്ചു. അങ്ങനെ ഏനടി മംഗല്യം കഴിച്ച സ്ഥലമാണ് ഏനാദി മംഗലം എന്ന് വിളിച്ചു. ഇപ്പൊ നമ്മൾ തന്നെ ഏനാത്ത് എന്നാണ് സ്ഥലത്തിനെ വിളിക്കുന്നത്. വേണാട് രാജാവിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് കൊല്ലമായിരുന്നു. വേണാട് രാജവംശത്തിലെ AD 1185 വിശ്വേശ്വരി എന്നൊരു രാജകുമാരിയെ പാണ്ഡ്യ രാജകുമാരന് കല്യാണം കഴിച്ചു കൊടുത്തു. ആ പാണ്ഡ്യ രാജാവിന് കല്യാണം കഴിച്ചു കൊടുത്തപ്പോ ആ രാജാവ് സ്ത്രീധനമായി കൊടുത്തത് ശബരിമല, എരുമേലി, അച്ചൻകോവിൽ, ആര്യങ്കാവ്, കൊളുത്തുപുഴ ഉൾപ്പെടെ സ്ഥലങ്ങളായിരുന്നു. ആ സ്ഥലങ്ങളെ പറ്റി ഒരു തർക്കം പിന്നീടുണ്ടായി. ആ തർക്കം വളരെ വലിയ പരിണിതഫലത്തിലേക്ക് നയിച്ചത്. കലയരാജാവോട് ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ നായർ പ്രമാണിമാരുണ്ടായി. കേരള ചരിത്രത്തിൽ ആദ്യം നായർ എന്നൊരു വാക്ക് പറയുന്നത് AD 949 കലയപുരത്തെ നായർ സ്ത്രീക്ക് വേണാട് രാജാവ് കൊടുക്കുന്ന ഒരു പട്ടയമാണ്. അതിനു മുമ്പ് നായർ എന്നൊരു ശബ്ദം കേരളത്തിലെ ഒരു ചരിത്രരേഖയിലില്ല. AD 949 ആ കലയപുരത്തെ പ്രസിദ്ധമായ നായർ തറവാട് ഇപ്പോഴും വിദേശത്തുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. AD 1868 പാണ്ഡ്യ രാജാവ് വേണാട് രാജാവ് യുദ്ധത്തിന് അറപ്പെട്ടു. അമ്മയുടെ സ്ത്രീധനത്തിന്റെ ഏറിയതിരിക്കുന്നതിന് വേണ്ടി. ആ യുദ്ധത്തിൽ മുന്നിൽ വന്നത് ഒരു മറവ സൈന്യമായിരുന്നു. ആ മറവ സൈന്യം വന്ന് ആക്രമിച്ച് കയറി വഴിതെറ്റിയ ഒരു കലവെടുത്ത് വന്ന് തളിയാതിരിമാരുടെ വലിയ ക്ഷേത്രവും ഒക്കെ അടിച്ച് തകർത്തു. കലയപുരത്തെ രാജാവിന്റെ ആസ്ഥാനം അവരടിച്ച് തകർത്തു. സ്ത്രീകളെല്ലാം കൂടി ഓടി രക്ഷപ്പെട്ടു. മറവ സൈന്യത്തിൽ ഉൾപ്പെട്ട ബലാത്സംഗം ഉൾപ്പെടെ നടക്കും. അവർ വളരെ ഓടിക്കേറി പാറയുടെ മുകളിൽ കയറി പതുങ്ങിയിരുന്നു. അങ്ങനെ 1000 സ്ത്രീകൾ രക്ഷപ്പെട്ട പാറയാണ് ആയിരവല്ലി പാറ എന്നറിയപ്പെടുന്ന പാറ. കലയ രാജാവ് കൃഷിയെ വളരെ സംരക്ഷിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം കൃഷി നട്ടുവളർത്തിയ സ്ഥലം മൈല എന്ന് പറഞ്ഞാൽ വയലയില എന്നർത്ഥം. അങ്ങനെ വയലയിലെ കൃഷി നടത്തിയ സ്ഥലം മൈലം എന്നറിയപ്പെട്ടു. രാജാവ് തളിക്കൽ ക്ഷേത്രത്തിൽ പരമശിവനാണ് പ്രതിഷ്ഠയെങ്കിൽ ഇഞ്ചക്കാട് ക്ഷേത്രത്തിലാണ് പ്രസിദ്ധമായ ദേവീ ക്ഷേത്രം ഉണ്ടായത്.
ഇഞ്ച എന്ന് പറഞ്ഞാൽ തമിഴ് ഭാഷയിൽ ദേവി എന്നർത്ഥം. അങ്ങനെ ഇഞ്ചക്കാട് എന്ന് പറഞ്ഞാൽ ദേവീ ക്ഷേത്രം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അന്ന് ഈ ക്ഷേത്രങ്ങളിലെല്ലാം പൂജ ചെയ്യാൻ വേണ്ടി ബ്രാഹ്മണരെ കൊണ്ടുവന്നിരുന്നു. ആ ബ്രാഹ്മണർ ഒരു താമരയുടെ ഷേപ്പിൽ 8 ഇല്ലങ്ങൾ വെച്ച് അവിടെ താമസിച്ചു. അങ്ങനെ താമരയുടെ ഷേപ്പിൽ ബ്രാഹ്മണർ താമസിച്ചിരുന്നുണ്ട്. ആ സ്ഥലത്തിന് താമരക്കുടി എന്ന് പേര് വന്നു. താമരയുടെ ഷേപ്പിൽ കുടി വെച്ച് താമസിക്കുന്ന താമരക്കുടി പേര് വന്നു. അന്ന് വളരെ ശ്രദ്ധേയമായ യാഗങ്ങൾ, യജ്ഞങ്ങൾ ഈ ഭൂമിയിൽ നടന്നിരുന്നു. അങ്ങനെ 24 മണിക്കൂറും യാഗവും യജ്ഞവും നടന്ന സ്ഥലം പട്ടാഴി എന്നറിയപ്പെടുന്നു. ഈ മറോ സൈഡിൽ നിന്ന പട്ടാഴിയിലുള്ള ക്ഷേത്രമൊക്കെ അടിച്ച് തകർത്ത് അങ്ങനെ ആഴി പട്ടുപോയത് കൊണ്ട് ആ സ്ഥലത്തിന് പട്ടാഴി എന്ന് വിളിച്ചിരുന്നു. രാജാവിന്റെ ഒരു സിസ്റ്റർ കൊട്ടാരം ഉണ്ടായിരുന്നു. അതവര് അടിച്ച് തകർത്ത് ആ സ്ഥലം ആണ്ടമൺ, ആണ്ടുപോയ മൺ. ഇപ്പൊ അതിനെ അന്തമൺ എന്നാണ് നമ്മളൊക്കെ വിളിക്കുന്ന സ്ഥലം, അന്തമൺ. പട്ടാഴിയിലെ ആഴിയൊക്കെ അടിച്ച് തകർത്തിട്ട് ആ സൈന്യം നേരെ ചെന്ന് ചെയ്യുന്നത് മണ്ണടിയിലാണ്. അവര് കിഴക്കോട്ട് പോകേണ്ടവര് വഴിതെറ്റിപ്പോയി. മണ്ണടിയിൽ ചെന്ന ക്ഷേത്രവും ആ സ്ഥലമൊക്കെ അടിച്ച് തകർത്തു. എല്ലാം മണ്ണടിഞ്ഞു പോയി. അതുകൊണ്ട് ആ സ്ഥലത്തിന് മണ്ണടി എന്ന് പേര് വന്നു. അത് കഴിഞ്ഞ സൈന്യം തിരിച്ചങ്ങ് വേണാട് രാജാവിനെ തപ്പി കൊല്ലത്ത് ചെന്നു. രാജാവിനെ 2 രാജകുമാരന്മാരെയും വെട്ടിക്കൊന്നു. ആകെ ബഹളം കഴിഞ്ഞ് ഒരു 8 വർഷം കഴിഞ്ഞ് അവർ തിരിച്ചങ്ങ് പാണ്ഡ്യദേശത്തോട്ട് പോയി. പിന്നെ 1821 പാണ്ഡ്യ സൈന്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവുകയും ആ പാണ്ഡ്യ രാജവംശത്തിന് കേരളത്തിലേക്ക് വരികയും മൂത്ത രാജവംശം പൂഞ്ഞാർ പോവുകയും ഇളയ രാജവംശം കോന്നിയിൽ താമസിച്ച ശേഷം പന്തളത്ത് വന്ന് കൊട്ടാരം പടിഞ്ഞ് പാണ്ഡ്യാളം, പാണ്ഡ്യമാൾ രാജ്യം എന്ന് പേരിട്ടു. അങ്ങനെ പാണ്ഡ്യാളം പിന്നെ പന്തളം എന്ന വാക്കായി രൂപാന്തരപ്പെട്ടു. കലവരടിച്ച് തകർന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ പോയി പുതിയൊരു ഊരുണ്ടാക്കി. പുതിയ ഊരായതുകൊണ്ട് തന്നെ പുത്തൂർ എന്ന് വിളിച്ചു. പുതിയ ഊർ പുത്തൂർ. വേറെ കുറച്ചു പേര് കലയവരത്തിന്റെ പോത്ത് ഡയറക്ഷനിൽ പോയി. എന്നിട്ട് അവിടെ പോയിട്ടാണ് പുതിയ ഗ്രാമം ഉണ്ടാക്കിയത്. ആ പോത്ത് ഡയറക്ഷനിൽ ഗ്രാമം സൃഷ്ടിച്ചപ്പോ പോത്തൂർ എന്ന് വിളിച്ചു. പോത്തൂർ. അങ്ങനെ 1860 കഴിഞ്ഞപ്പോഴത്തേന് പട്ടാഴിയിൽ ക്ഷേത്രം പുതുക്കി പണിഞ്ഞു, ഇഞ്ചക്കാട് ക്ഷേത്രം പുതുക്കി പണിഞ്ഞു, മണ്ണടിയിൽ ക്ഷേത്രം പുതുക്കി പണിഞ്ഞു. അങ്ങനെ നശിച്ചു പോയ നാടൊക്കെ വീണ്ടും പുതുക്കി പണിഞ്ഞു. ഈ കലയപുരത്തെ ശിവക്ഷേത്രം മാത്രം പുതുക്കി പണിഞ്ഞില്ല. ആ തളിക്കൽ ക്ഷേത്രവും പുതുക്കി പണിഞ്ഞ കഴിഞ്ഞ 6 വർഷം കൊണ്ട് അതും പുതുക്കി പണിഞ്ഞു. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ഒരു മണ്ണിലാണ് ഈ മണ്ണടിയിലെ ദേവീക്ഷേത്രം നിൽക്കുന്നത്. ആ ചരിത്രത്തിന്റെ ഒരു 1300 കൊല്ലത്തെ ചരിത്രത്തിന്റെ സന്തതി പരമ്പരകളാണ് ഈ ദേശത്തെ വലിയ ജനതതി. ആ ചരിത്രം മനസ്സിലാക്കി പാരമ്പര്യത്തോടുകൂടി ഇരിക്കണം. NSSന്റെ പെരുന്ന ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നിട്ട് അവിടെ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നായർ എന്നൊരു ശബ്ദം ആദ്യം ഉണ്ടായത് എൻ്റെ അമ്മ വീടായ കലവരത്താണെന്ന് പറഞ്ഞു. പെരുന്നതിനുള്ള നായർ പ്രമാണം ഒരു ആദ്യം അമ്പലം നോക്കി. ഞാൻ രേഖയെക്കുറിച്ച് കൊണ്ടുകൊടുത്തു. ഇത് വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രം. ആ ഭൂമിയിലാണ് ഈ മഹത്തായ ക്ഷേത്രം നിൽക്കുന്നത്. ഒരു ക്ഷേത്രം നിൽക്കുമ്പോൾ ആ ക്ഷേത്രം അനുഗ്രഹവുമായി വളർന്നു വരുന്ന ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സ്ഥാപനമാണ് ക്ഷേത്രം. നമ്മൾ 5000 കൊല്ലത്തിന് മുമ്പുള്ള മഹാഭാരതത്തെ പറ്റിയൊക്കെ സംസാരിക്കും. പക്ഷേ ഒരു 40 കൊല്ലത്തിന് മുമ്പ് ഈസ്റ്റേൺ തുർക്കിയിലെ മൺമറഞ്ഞു പോയ കുറെ പട്ടണങ്ങൾ കൈക്കിട്ടി. ഗോപക്കി തെപ്പി, കരാളി തെപ്പി എന്നൊക്കെ സ്ഥലങ്ങൾ. അവിടുത്തെ അവശിഷ്ടങ്ങൾ തപ്പി ചെന്നപ്പം 10 ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് കണ്ടെത്തിയത്. അതിനെ DNA ടെസ്റ്റ് ചെയ്ത് നോക്കി, കാർബൺ ഡേറ്റിംഗ് ചെയ്ത് നോക്കി. അപ്പൊ മനസ്സിലായി ആ പട്ടണങ്ങൾ 12,000 കൊല്ലം പഴക്കമുള്ള പട്ടണങ്ങളാണെന്ന് മനസ്സിലായി. 12,000 years. നമ്മളൊക്കെ ഊഹിക്കുന്നതിനും വളരെ അപ്പുറം. റഷ്യയുടെയും യുക്രൈന്റെയും ബോർഡറിൽ ഒരു വലിയ മഞ്ഞുമല ഇടിഞ്ഞ് താഴെ വന്നു. ആ മഞ്ഞൊക്കെ മാറ്റി ശാസ്ത്രജ്ഞന്മാർ ചെന്നപ്പോൾ കണ്ടത് ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ശിവക്ഷേത്രമായിരുന്നു. അതിനെ കാർബൺ ഡേറ്റ് ചെയ്ത് നോക്കിയപ്പം 10,000 വർഷം മുമ്പ് നിന്ന ക്ഷേത്രമാണ്. യുക്രൈന്റെയും റഷ്യയുടെയും ബോർഡർ. ഒരു 8,000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇന്ന് കാസ്പിയൻ കടൽ എന്ന് വിളിക്കുന്ന കടൽ, ആ കടൽ തീരം. കാസ്പിയൻ കടൽ തീരത്ത് അന്ന് കാസ്പിയൻ കടലിന് പേര് വരാനുള്ള കാരണം ഹിന്ദു മതത്തിലെ പ്രസിദ്ധനായ കശ്യപ മുനി അവിടാണ് താമസിച്ചിരുന്നത്. കശ്യപ സാഗരം, അതാണ് കാസ്പിയൻ കടൽ എന്നറിയപ്പെടുന്നത്.
അദ്ദേഹത്തിന്റെ സന്ധി വരുമ്പോഴാണ് ദേവന്മാർ, അസുരന്മാർ, ദാനവന്മാർ, നാഗന്മാർ ഉൾപ്പെടെയുള്ള വലിയ ജനവിഭാഗം. ഈ കസപ്പയൻ പിന്നീട് അവിടുന്ന് ആ കസപ്പയന്റെ സ്വാധീനം കാരണം തൊട്ടടുത്തുള്ള കസാക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങി കിർഗിസ്ഥാൻ തുടങ്ങി തർക്കമനിസ്ഥാൻ തുടങ്ങി ഒരു 60 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഹിന്ദുമത രാജ്യങ്ങളായിരുന്നു. ഇപ്പോഴും ഒരു 4000-ഓളം ഹിന്ദു ക്ഷേത്രം അവിടെ നിന്നെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. കശപ്പി പിന്നെ അവിടെ നേരെ ഇന്ത്യയുടെ കാശ്മീരിലെത്തി. കാശ്മീർ എന്ന വാക്ക് തന്നെ കശപ്പിമീർ, കശപ്പിൻ വന്ന് താമസിക്കുന്ന മല എന്നാണ് കാശ്മീർ എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ ഹിന്ദുമതം അവിടുന്ന് വന്ന് ഇന്ത്യയിലേക്ക് വരികയാണ്. 6000 വർഷങ്ങൾക്ക് മുമ്പാണ് സൈന്ധവ നദീര സംസ്കാരം. സൈന്ധവ നദീര സംസ്കാരത്തിന്റെ സ്ക്രിപ്റ്റ് നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിൽ ഏറ്റവും ഭംഗിയായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സീലുണ്ട്. ആ സീല് പശുപതി സീലാണ്. അതായത് പരമശിവൻ യോഗാസനത്തിൽ ഇരിക്കുന്നു, ചുറ്റും മൃഗങ്ങളൊക്കെ വന്ന് നിൽക്കുന്നു, പശുപതിയായി മാറി 6000 വർഷങ്ങൾക്ക് മുമ്പ്. ആ പശുപതി പിന്നീട് ഋഗ്വേദത്തിൽ എത്തിയപ്പോഴേക്കും പരമശിവന്റെ പേര് രുദ്രൻ എന്നായി മാറി. ആ രുദ്രൻ രാമായണം എത്തിയപ്പോഴേക്കും മഹാദേവൻ എന്ന് വിളിക്കപ്പെട്ടു. രാക്ഷസന്മാരുടെ സൈന്യം പുറപ്പെടുമ്പോൾ ഹർ ഹർ മഹാദേവ് എന്ന് പറഞ്ഞ് പരമശിവനെ സ്തുതിച്ചുകൊണ്ടാണ് യാത്ര പുറപ്പെടുന്നത്. യുദ്ധത്തിന് തൊട്ട് മുമ്പ് ശ്രീരാമൻ തന്നെ ഒരു പരമശിവന് വേണ്ടി യാഗം നയിച്ചു എന്ന് വാൽമീകി രാമായണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ മഹാഭാരത കാലം എത്തിയപ്പോഴേക്കും പരമശിവൻ എന്ന പേരിലേക്ക് എത്തിച്ചേരുകയാണ്. മറ്റെല്ലാ ദേവന്മാരും ദേവന്മാരാണ്. മഹാദേവൻ എന്നൊരു ദേവനെ മാത്രമേ വിളിക്കുള്ളൂ, അത് പരമശിവനെയാണ്. അങ്ങനെ 10000 കൊല്ലം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത്. ആ ക്ഷേത്ര സങ്കല്പം 4 തട്ടുകളായിട്ടാണ് വളർന്നു വരുന്നത്. ആദ്യം ഉണ്ടായത് കാവായിരുന്നു. കാവ് പിന്നീട് കോവിലായി. കോവിൽ പിന്നീട് അമ്പലമായി. അമ്പലം പിന്നീട് ക്ഷേത്രമായി. കാവെന്ന് പറഞ്ഞാല് ഈശ്വരനെ ഒരു മരത്തിന്റെ ചൂട്ടിൽ നമ്മൾ സങ്കല്പിച്ചു. മരത്തിനോ ആ കാടിനോ ഒരു കുഴപ്പമുണ്ടാവാതെ ഈശ്വരനെ പ്രാർത്ഥിച്ചു. അതാണ് പ്രകൃതി രമണീയമായ, പ്രകൃതിയുമായി ലയിച്ചു ചേർന്ന ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത്. പിന്നീട് കാവ് കോവിലായി. കാവ് എങ്ങനെയാണ് കോവിലാവുക? ഈശ്വര സങ്കല്പത്തിന്റെ മുകളിൽ വെയിലും മഴയും കൊള്ളാതിരിക്കാൻ ഒരു റൂഫ് പണിഞ്ഞു. പിന്നെ മൃഗങ്ങളൊന്നും ഈശ്വര സങ്കല്പത്തെ ആക്രമിക്കായിക്കൊണ്ട് ചുറ്റും ഒരു മതിൽ പണി. അങ്ങനെ മേൽക്കൂരയും മതിലും വന്നപ്പം കാവ് കോവിലായി. കോവിൽ പിന്നീട് അമ്പലമായി. അമ്പലം എന്ന് പറഞ്ഞാല് ഈശ്വരൻ ഒരു ഗൃഹസ്ഥാശ്രമിയെ സങ്കല്പിച്ചു. ഒരു വീടുണ്ടാക്കി ആ വീടിനകത്ത് ഈശ്വരനെ പ്രതിഷ്ഠിച്ചു. വീടായതിന്റെ മേൽക്കൂരയുണ്ട്. പിന്നെ വസ്തുക്കളുടെ ചുറ്റും മതിലും പണിഞ്ഞു. അപ്പോൾ കോവില് അമ്പലമായി. അമ്പലം പിന്നീട് ക്ഷേത്രമായി മാറി. ക്ഷേത്രമാവണമെങ്കിൽ അതിന് 9 കാര്യങ്ങൾ വേണം. ക്ഷേത്രമാകണമെങ്കിൽ ഒരു പ്രതിഷ്ഠ വേണം. ക്ഷേത്രമാകണമെങ്കിൽ അതിന് ഒരു ഗർഭഗ്രഹം വേണം. ക്ഷേത്രമാകണം ഒരു ബലിത്തറ വേണം. ക്ഷേത്രമാകണമെങ്കിൽ ഒരു കൊടിമരം വേണം, ഒരു കൊടി വേണം, ക്ഷേത്രത്തിന് ഒരു ഗോപുരം വേണം. ഇങ്ങനെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ, ഉപദേവതമാരുടെ പ്രതിഷ്ഠ, ഇങ്ങനെ 9 ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു അമ്പലം ഒരു ക്ഷേത്രമായി മാറുന്നത്. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ മഹത്തായ ക്ഷേത്രനിർമ്മാണം തുടങ്ങി. കാശി വിശ്വനാഥ ക്ഷേത്രവും ത്രിവേണി സംഗമത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രമോ, മധുര മീനാക്ഷി ക്ഷേത്രമോ, തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രവും ഒക്കെ ചരിത്രത്തെ അമ്പരപ്പിച്ച വലിയ ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ ക്ഷേത്രം കംബോഡിയയിലാണ്. അങ്കോർ വാട്ട് 10 ചതുരശ്ര കിലോമീറ്ററിൽ 5500 ചതുരശ്ര ഏക്കറിലാണ് അങ്കോർ വാട്ട് ക്ഷേത്രം പണിയിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ക്ഷേത്രം ഇന്തോനേഷ്യയിലാണ്. ബൊറോബുദൂർ ക്ഷേത്രം മെയിൻ ഗേറ്റിൽ കൂടെ അകത്ത് കയറിയാൽ 1.5 കിലോമീറ്റർ ക്ഷേത്രമാണ്. 1.5 കിലോമീറ്റർ പോയെങ്കിലേ ക്ഷേത്രത്തിന് പുറകെ പോയി ഇറങ്ങാൻ പറ്റുള്ളൂ. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രം ഇന്തോനേഷ്യയിലാണ്. ഇങ്ങനെ ക്ഷേത്ര സമുച്ചയങ്ങൾ വളരെ വളരെ വലുതാണ്. ആ ക്ഷേത്രത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്ന്, ക്ഷേത്രത്തിന്റെ ആർക്കിടെക്ചർ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കണം. രണ്ടാമത്, ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ക്ഷേത്രത്തിന്റെ ആർക്കിടെക്ചറിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാവും. എന്നാൽ ആ അത്ഭുതങ്ങൾ വിവിധ ഫിനോമിനാണ്. ഇപ്പൊ വിഷുവിന്റെ അന്ന് രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ റൂഫിൽ നിന്ന് ഒരു ചെറിയ ദ്വാരത്തിൽ നിന്ന് സൂര്യരശ്മികൾ വന്ന പത്മനാഭസ്വാമിയുടെ വലത്തെ കാലിനെ വളരെ തലവലിൽ മുട്ടും. സൂര്യഭഗവാൻ പത്മനാഭസ്വാമി വണങ്ങുന്ന സങ്കല്പം. പകൽ നോക്കിയാൽ ആ ദ്വാരം കാണുകയില്ല.
മഴ പെയ്താൽ അവരുടെ വെള്ളവും വരില്ല. പക്ഷെ 1000 വർഷത്തിന് മുമ്പ് പടിഞ്ഞവർക്കറിയായിരുന്നു വിഷുവിന്റെ അന്ന് ഏത് ആംഗിളിൽ എപ്പോഴെന്നാണ് സൂര്യൻ വരുന്നത്. അതനുസരിച്ചിട്ടാണ് ആ ദ്വാരം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മേൽക്കൂരയുടെ ഭാരം 365 തൂണിലാണ് നിൽക്കുന്നത്. ഒരു സൗരവർഷം 360 ദിവസമാണെന്ന് സായിപ്പിന് മനസ്സിലായത് AD 1584 ഗ്രിഗോറിയൻ കലണ്ടർ സെറ്റ് ചെയ്തപ്പോഴാണ്. പക്ഷെ അതിന് ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് പത്മനാഭസ്വാമി ക്ഷേത്രം പടിഞ്ഞവർക്ക് അറിയായിരുന്നു ഒരു സൗരവർഷം 365 ദിവസമാണ്. മേൽക്കൂരയുടെ ഭാരം 365 തൂണ് കഴിഞ്ഞാൽ അടുത്ത തൂണിന് 4 ഹൈറ്റേ ഉള്ളൂ. 365 ലീപ് ഇയർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 ദിവസവും കൂടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിലും അത്ഭുതങ്ങളുടെ പരമ്പര നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് അത് ഏത് പ്രതിഷ്ഠയുടെ പേരിലാണ് അറിയപ്പെടുന്നത്, ആ പ്രതിഷ്ഠ എങ്ങനെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു, അതിന്റെ സങ്കല്പം എന്താണെന്ന് ആ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരും മനസ്സിലാക്കണം. ഒരു പ്രതിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ ഉപദേവതമാർ 5, 7, 9 ഒക്കെ ഉണ്ടാവാം. ആ ഉപദേവതമാരുടെ സങ്കല്പം എന്താണ്, അതും കൃത്യമായി മനസ്സിലാക്കണം. ഈ ക്ഷേത്രം ദുർഗാദേവിക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ്, ദേവിക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ്. ലോകത്തിലെ മറ്റു മതങ്ങളിലെല്ലാം ഈശ്വരൻ പുരുഷനാണ്. യഹൂദന്മാരുടെ യാവേ പുരുഷനാണ്, ക്രിസ്ത്യാനികൾക്ക് യേശുക്രിസ്തു പുരുഷനാണ്, മുസ്ലിങ്ങൾക്ക് അല്ലാഹു പുരുഷനാണ്. പക്ഷെ ഈശ്വരൻ സ്ത്രീ ആവാം എന്ന് ലോകത്തെ ആദ്യമായി പഠിപ്പിച്ചത് ഹിന്ദുമതമാണ്. നമ്മുടെ ആ സങ്കല്പം ബാബിലോണിൽ പോയി അവിടെ മദർ ഗോഡ് സങ്കല്പമായി, അത് ഗ്രീസിൽ പോയി അഥീനയുടെ സങ്കല്പമായി, അത് ഈജിപ്തിൽ പോയി ഐസിസ് ദേവതയുടെ സങ്കല്പമായി മാറി. അപ്പൊ ഈശ്വരൻ സ്ത്രീ ആവാം എന്നുള്ളത് ഹിന്ദുമത ലോകത്തിന് കൊടുത്ത വലിയ ആശയമാണ്. എന്താണ് ഈ ദേവീ സങ്കല്പം? അത് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് ദേവി ഭാഗവതം എന്ന പ്രസിദ്ധമായ ഭാഗവതത്തിലാണ്. 18 പുരാണങ്ങളുണ്ട്. അതിൽ 3 പുരാണങ്ങളെയാണ് നമ്മൾ ഭാഗവതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒന്ന് ശ്രീമദ് ഭാഗവതം, വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥ. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ, രാമച്ച രാമ, കൃഷ്ണ, കൽക്കി. രണ്ടാമത്തത് ദേവി ഭാഗവതം, ദേവിക്ക് ദശാവതാരമാണ്. ആ ദശാവതാരത്തിൽ എന്തൊക്കെയാണ് ദേവിയുടെ അവതാരം. മൂന്നാമത്തെ ശിവപുരാണം അല്ലെങ്കിൽ ശിവഭാഗവതം. പരമശിവന് 18 അവതാരങ്ങളാണ്. 12 മനുഷ്യരൂപം, 6 മൃഗരൂപം, 18 അവതാരങ്ങൾ. ശിവപുരാണം അല്ലെങ്കിൽ ശിവഭാഗവതം. അപ്പൊ ഈ ക്ഷേത്രം ദേവിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടതായതുകൊണ്ട് ഈ ദേവി ഭാഗവതത്തിൽ പറയുന്ന ദേവിയുടെ അവതാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദേവി ഭൂമിയിലേക്ക് അവതരിക്കാൻ തീരുമാനിച്ചപ്പോ ഭഗവാൻ ഭഗവതിയോട് പറഞ്ഞു, ഭഗവതിയെ, ഞാൻ ഈ ഭൂമിയിൽ മത്സ്യമായിട്ടും ആമയായിട്ടും പന്നിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ നീ ഒരു സ്ത്രീയാണ്, നീ ഒരിക്കലും ഭൂമിയിൽ മൃഗരൂപത്തിൽ പോകരുത്. നീ പോവുകയാണെങ്കിൽ മനുഷ്യ സ്ത്രീയായിട്ട് മാത്രമേ പോകാവൂ. ഭഗവതി സമ്മതിച്ചു. അങ്ങനെ ഭഗവതി ഭൂമിയിൽ വന്ന 10 അവതാരങ്ങളും മനുഷ്യ സ്ത്രീയായിട്ടാണ്. ആദ്യത്തെ അവതാരം ഭുവനേശ്വരി അല്ലെങ്കിൽ വളരെ പ്രസിദ്ധമായി പറഞ്ഞാൽ ജ്ഞാനേശ്വരി ഭാവത്തിലാണ്. ആ ഭാവം ത്രിപുര സുന്ദരി എന്നാണ് അറിയപ്പെടുന്നത്. ത്രിപുര രാജാവിന്റെ രാജ്ഞിയായിട്ടാണ് ഒന്നാമത്തെ അവതാരം. എന്തിനാണ് ഭഗവതി ജ്ഞാനേശ്വരി ഭൂമിയിലേക്ക് വന്നത്? ഭൂമിയിലെ എല്ലാ മനുഷ്യന്റെയും അറിവ് തുടങ്ങുന്നത് അമ്മയിൽ നിന്നാണ്. ഒരു മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ എഴുന്നേക്കണം, എങ്ങനെ കുളിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, ഇതെല്ലാം അമ്മയിൽ നിന്നാണ്. പിന്നെ മാതാപിതാ ഗുരു ദൈവം, പിന്നെ പിതാവ് പഠിപ്പിക്കും, പിന്നെ സ്കൂളിലും കോളേജിലും ടീച്ചേഴ്സ് പഠിപ്പിക്കും, പിന്നെ ഈശ്വരൻ ബോധോദയം തരും. ബുദ്ധഭഗവാൻ 27 ഗുരുക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ അവരിൽ നിന്നാണോ ബോധോദയം കിട്ടിയത്? ഇല്ല. ബോധഗയയിലെ ആൽബർട്ടിനെ ചവിട്ടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ബുദ്ധന്റെ തലച്ചോറിലേക്ക് ബോധോദയം കൊടുക്കുകയാണ്. അതാണ് ഈശ്വരൻ. അപ്പൊ മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ 4 ഭാവങ്ങളിൽ അറിവിന്റെ ആദ്യം തുടങ്ങുന്നത് അമ്മയിൽ നിന്നാണ്. അതുകൊണ്ട് ലോകത്തിലെ സ്ത്രീകളെ നല്ല അമ്മമാരാവാൻ, കുട്ടികളെ അറിവുള്ളവരാക്കാൻ ജ്ഞാനേശ്വരിയായി ഭഗവതി അവതരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് ശാരദാ മഠത്തിലിരുന്ന് ശങ്കരാചാര്യർ പാടുകയാണ്,
ത്രിപുര സുന്ദരി ദർശന ലഹരി എന്ന് പറഞ്ഞ പാട്ട് തുടങ്ങുന്നത് ത്രിപുര സുന്ദരി അല്ലെങ്കിൽ ഒന്നാമത്തെ ജ്ഞാനേശ്വരി എന്ന ഭാവത്തിലാണ്. അറിവിന്റെ ദേവതയെ വന്ന ഭഗവതി. അടുത്ത അവതാരം, രണ്ടാമത്തെ അവതാരം ദുർഗാ ഭഗവതിയായിട്ടാണ്. ദുർഗാ ഭഗവതി. ദുർഗാ ഭഗവതി എന്ന് പറയുന്നത് ശക്തിയുടെ ഭാവമാണ്. അസുരനെ കൊല്ലാൻ ഒരുപക്ഷെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്ത്രീ വളരെ രസകരമായി അത് സാധിച്ചെടുക്കും. അത് സ്ത്രീകളുടെ ഒരു ഗുണമാണ്. സ്ത്രീകൾക്ക് അത് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനായിട്ട് പറ്റും. പുരുഷനത് പലപ്പോഴും കഴിയില്ല. പുരുഷൻ അവന്റെ ശക്തി എപ്പോഴാണ് പ്രയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് പുരുഷൻ മറന്നുപോകും. അർജുനൻ വില്ലാളി വീരനാണ്. അദ്ദേഹം 10,000 പേരെ നേരിടാൻ കഴിവുള്ള വീരനാണ്. പരശുരാമന്റെ ഇന്ന് മന്ത്രം കിട്ടി, അമ്പ് കിട്ടി. ദേവേന്ദ്രന്റെ ഇന്ന് കിട്ടി, പരമശിവന്റെ ഇന്ന് പശുപതാസ്ത്രം കിട്ടി, എല്ലാം കിട്ടി. അർജുനന്റെ കഴിവുകൊണ്ട് യുദ്ധം ജയിക്കാം എന്നാണ് യുധിഷ്ഠിരൻ ധരിച്ചിരുന്നു. യുദ്ധം തുടങ്ങാറായപ്പോ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, അറിയാ നമുക്ക് ഈ സൈന്യത്തെ ഒന്ന് കണ്ടല്ലേ. അങ്ങനെ അർജുനനെ കൊണ്ട് സൈന്യത്തിനിടെ നടുക്കോട്ട് വന്നു. എന്നാൽ കൃഷ്ണൻ ഭഗവാൻ പറഞ്ഞു, ഇതുകൊണ്ട് കണ്ടോ കൗരവന്മാരുടെ സേനാനായകൻ ഭീഷ്മാചാര്യൻ, നിന്റെ വല്യപ്പൻ, അവനെ നമുക്ക് കൊല്ലണം. ഇതുകൊണ്ട് നിൽക്കുന്നുണ്ടോ നിന്റെ ഗുരു ദ്രോണാചാര്യൻ, അവനെ നമുക്ക് കാച്ചണം. ഇതുകൊണ്ട് നിൽക്കുന്ന കൃപാചാര്യന്റെ അമ്മയുടെ പസ്കസൻ, എന്റെ പസ്കസനാണ്, അവനെ നമുക്ക് കൊല്ലണം. 4 പേരുടെ പേര് കേട്ടതേ ഉള്ളൂ. അർജുനൻ പറഞ്ഞു, ഭഗവാനെ, എന്റെ വായില് വെള്ളം പറ്റുന്ന ഭഗവാനെ, എന്റെ കൈ വിറയ്ക്കുന്ന ഭഗവാനെ, ഗാന്ഡീവൻ താഴെ പോകുന്ന സംശയിക്കുന്ന ഭഗവാനെ, തല ഇറങ്ങുന്ന ഭഗവാനെ, ഡും താഴെ കിടക്കുന്നു. പിന്നെ 701 ശ്ലോകമുള്ള ഭഗവത്ഗീത ചൊല്ലിക്കഴിഞ്ഞ ശേഷമാണ് അർജുനൻ എഴുന്നേറ്റത്. ഇതാണ് പുരുഷന്മാരുടെ കുഴപ്പം. സ്ത്രീ ഉണ്ടല്ലോ, ദുർഗാദേവി നമ്മളെ കാണിച്ചു തരികയാണ്. ലക്ഷ്യമിട്ടാൽ യാതൊരു കാരണവശാലും സ്ത്രീ അതിൽ നിന്ന് മാറിപ്പോവുകയില്ല. മഹാഭാരതത്തിൽ ഒഴിവാക്കാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹസ്തനപുരത്തേക്ക് പോവാണ്. തുടങ്ങി പാഞ്ചാലി ഇറങ്ങി വന്നു. ഭഗവാനെ, യുദ്ധമില്ലാതാക്കാൻ പോകണം. നീ എന്റെ തലമുടി കണ്ട. എന്നെ വസ്ത്രാശ്രമം ചെയ്യാൻ ദുശാസനം ശ്രമിച്ചു കഴിഞ്ഞപ്പം ഭീമസേനൻ പറഞ്ഞു, യുദ്ധത്തിൽ അടിച്ചവന്റെ ചങ്ക് പൊളിച്ചിട്ട് എന്റെ കൈ അതിൽ മുക്കിയ രക്തം കൊണ്ടുവന്നിട്ട് ഞാൻ പാഞ്ചാലിയുടെ തലമുടി കെട്ടും. ഓർമ്മയുണ്ടോ ഭഗവാന്? അതോടെ മഹാഭാരത യുദ്ധം ഒഴിവായി. വൈരാഗ്യം സ്ത്രീക്ക് വന്നാൽ വിട്ടുകൊടുക്കല അവള്. ഭഗവാൻ ശ്രീകൃഷ്ണൻ കംസനെ കൊന്നു. കംസന്റെ ഭാര്യയെ രാജ്ഞിയാക്കി, കംസന്റെ മക്കളെ അവിടുത്തെ യുവരാജാക്കന്മാരാക്കി. ജയിലിൽ നിന്ന് 7,000 പേരെ തുറന്നു വിട്ടു. ജരാസന്ധനെ കൊന്നു. ജരാസന്ധന്റെ ജയിലിൽ നിന്ന് 16,000 തുറന്നു വിട്ടു. ജരാസന്ധന്റെ ഭാര്യയെ രാജ്ഞി ആയിട്ട് തുടരാൻ സമ്മതിച്ചു. ജരാസന്ധ മക്കളെ അവിടുത്തെ മഗധയിലെ രാജാക്കന്മാരാക്കി. നരകാസുരനെ നേരിടാൻ പോവാണ്. നരകാസുരൻ 16,000 സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവന്ന് ആവശ്യമുള്ള പെണ്ണിനെ ഏത് സമയത്തും ബലാത്സംഗം ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള സമയം ജയിലിലിട്ടേക്കും. അവനെ നേരിടാനായിട്ട് ഇറങ്ങാണ് ഭഗവാൻ. സത്യമാണ് പറഞ്ഞു, ഭഗവാനെ, ഇതിന് ഞാൻ ഇവിടെ വരുന്നു. ഭഗവാൻ പറഞ്ഞു, നീ സ്ത്രീയല്ലേ, നീ അവിടെ കാണും വന്നാൽ യുദ്ധം ചെയ്യാൻ പറ്റും. അതല്ല, ഇത്രയും സ്ത്രീകളെ അവമാനിച്ചൊരു മനുഷ്യനെ അങ്ങോട്ടേക്ക് പോണ്ട, ഞാനോട് വരാം അവനെ നേരിടാൻ. അങ്ങനെ സത്യഭാമ തേരൊടിച്ചു പോയി നരകാസുരനെ കൊന്നു. ഭാര്യയെ രാജ്ഞിയായിട്ട് തുടർന്നു. നരകാസുരന്റെ മക്കൾക്ക് രാജ്യം കൊടുത്തു. ജയിലിൽ കിടന്ന 16,000 സ്ത്രീകൾ ഉൾപ്പെടെ 11,000 പേരെ ഭഗവാൻ കൃഷ്ണ ശ്രീമോചനാക്കി. അതാണ് സത്യഭാമ. ഒരു സ്ത്രീയുടെ കഴിവാണത്. സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ. ലക്ഷ്യം വെച്ചവള് പെരുമാറിയിരിക്കും. അവള് ലക്ഷ്യം വെച്ചതുണ്ടല്ലോ, അവള് ഈ ജന്മമല്ല അടുത്ത ജന്മത്തിലും അത് തുടരും. സ്ത്രീയുടെ ഒരു വലിയ കഴിവതാണ്. ഭീഷ്മ, അംബിക, അംബാലിക എന്ന 3 രാജകുമാരിമാരെ കൊണ്ടുവന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ വിചിത്ര വീരൻ ഇങ്ങനെ രാജാവിഷമ പിടിച്ചിരിക്കുക. അമ്മ പറഞ്ഞു, അയ്യോ, എനിക്കൊരു കാമുകനുണ്ടായിരുന്നു. ആ കാമുകനെ ഞാൻ കെട്ടാന്ന് വാക്ക് പറഞ്ഞാണ്. അവിടുന്നാണ് അങ്ങനെ പിടിച്ചോണ്ട് വന്നു.
വിഷ്ണു അതപ്പോഴങ്ങ് പറഞ്ഞാൽ പറയാമല്ലോ, ഞാനങ്ങ് വിട്ടേനായിരുന്നല്ലോ, നീ പൊക്കോളാൻ പറഞ്ഞു. അമ്പ നേരെ തിരിച്ച് സ്വാലന്റെ അടുത്ത്. സ്വാലൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഫസ്റ്റ് കസിനാണ്. അവൻ പറഞ്ഞ് വല്ല പുരുഷനും കയറിപ്പെട്ട തോട്ടപ്പടയാ എനിക്ക് വേണ്ട, തിരിച്ചു വന്നു. അമ്പ തിരിച്ചു. ഈ ശിശുവിന് ഒരു ചോദ്യം ഉണ്ടല്ലോ, അവിടെ വെച്ചങ്ങ് പറഞ്ഞുവിടാനുള്ളത്. കാര്യം എല്ലാ പെണ്ണുങ്ങൾക്ക് കുഴപ്പമാണ്. സ്വാലനേക്കാൾ നല്ലതാണ് ഇവിടുത്തെ രാജകുമാരനെങ്കിൽ അവനെയും കെട്ടിയേക്കാന്ന് വിചാരിച്ചു. ഇവിടെ നോക്കിയപ്പം രാജേഷ്മ പിടിച്ച ഇവനിങ്ങനെ ഇരിക്കുക. അവനെ കെട്ടവൻ മറ്റേ കാമുകൻ ഇതിനേക്കാൾ ബെസ്റ്റാന്ന് തോന്നുന്നു. അവർ തിരിച്ചുപോയി. തിരിച്ചൊന്ന് വിഷ്ണു എന്നെ കെട്ടണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ രക്ഷയിലാന്ന് പറഞ്ഞു. പരശുരാമൻ വന്ന് പറഞ്ഞു നോക്കി, ഗുരു ഒന്ന് ശിഷ്ണു പറഞ്ഞു നോക്കി, എന്നിട്ടും കേട്ടില്ല. അവസാനം അമ്പ തീയിൽ ചാടി മരിച്ചു. മരിച്ചിട്ട് അടുത്ത ജന്മം ശിഖണ്ഡിയായിട്ട് വന്നു. മഹാഭാരതത്തിൽ ശിഖണ്ഡിയായിട്ട് പോയി. ശിഖണ്ഡിയെ പുരസ്കരിച്ച് യുദ്ധം ചെയ്ത അർജുനാൽ ഭീഷ്മർ വീഴിക്കപ്പെട്ടു. അതാണ് സ്ത്രീ എന്ന് പറഞ്ഞത്. ഒരു ജന്മം വിട്ടില്ലെങ്കിൽ അടുത്ത ജന്മത്തിലുള്ള വൈരാഗ്യം തുറന്നിരിക്കും. ഇത് പുരുഷനെ കൊണ്ട് പറ്റിയാൽ സ്ത്രീയെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പൊ സ്ത്രീകൾക്ക് ഈ കഴിവ് കൊടുത്തത് ദുർഗാ ഭഗവതിയാണ്. സാധാരണ അസുരന്മാരെ ചില ദേവന്മാർ യുദ്ധം ചെയ്ത് തോപ്പിക്കാൻ ചെല്ലും പരാജയപ്പെട്ടു. പക്ഷെ ദുർഗാദേവി ആ സമയത്ത് ഫോൺ ചെയ്തിട്ട് ദുർഗാദേവി ആ അസുരനെ നേരിടാൻ പോകും. മഹിഷാസുരനെ കൊണ്ട് മഹിഷാസുര മർദ്ദിനിയാവും. അങ്ങനെ പുരുഷന്മാരെ പരാജയപ്പെട്ട പല സ്ഥലത്തും ദുർഗാദേവി പോയി അസുരന്മാരെ കൊന്ന അസുരന്മാരുടെ മർദ്ദിനിയായിട്ട് മാറുകയാണ്. അപ്പൊ സ്ത്രീക്ക് അസാധാരണമായ കഴിവുണ്ട്, പുരുഷനില്ലാത്തൊരു കഴിവ്. അത് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ദുർഗാദേവിയായിട്ടുള്ള അവതാരം. ഇതേ ഭഗവതി തന്നെ മൂന്നാമത് അവതരിക്കുന്നു. ആരായിട്ട്? പാർവതിയായിട്ട് അവതരിക്കുകയാണ്. പരമശിവന്റെ ഭാര്യയായിട്ട് വരികയാണ്. പരമശിവന്റെ ഭാര്യയായിട്ട് വരുമ്പോ പരമശിവൻ പാർവതിയോട് ചെയ്തത് എന്താണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാനൊക്കെ കല്യാണം കഴിച്ച ഭാര്യ മിസസ് അലക്സാണ്ടർ ജേക്കബായിട്ട് മാറി. പരമേശ്വരൻ പണി ചെയ്തോ? ഇല്ല. പരമേശ്വരൻ കല്യാണം കഴിച്ച് എന്ത് ചെയ്തു? ഉമാ മഹേശ്വരൻ, ഉമയെ കല്യാണം കഴിച്ച മഹേശ്വരൻ. പാർവതി വല്ലഭൻ, പാർവതിയെ മിസസ് പരമേശ്വരൻ അല്ല വിളിച്ചത്, മിസ്റ്റർ പാർവതി വല്ലഭൻ എന്ന് വിളിച്ചു. പിന്നെന്ത് ചെയ്തു? ഗൗരി ശിവൻ, ഗൗരിയുടെ ശിവൻ. പാർവതി എങ്ങനെ ഗൗരിയായത്? അത് പ്രസിദ്ധമായൊരു കഥയാണ്. പാർവതി വന്നിട്ട് പരമേശ്വരനോട് പറഞ്ഞു, ഭഗവാനെ എന്റെ നിറം കറുത്തിരിക്കുകയാണ്, എന്റെ നിറം ഒന്ന് വെളുപ്പിച്ചാൽ. പരമേശ്വരൻ ആലോചിച്ചു, ഭാര്യമാർ ഭയങ്കര സുന്ദരികളാണെങ്കിൽ ഭർത്താക്കന്മാരുടെ കഷ്ടകാലമാണ്. സീതാദേവി സുന്ദരിയായിരുന്നു. ശ്രീരാമൻ പോയി യുദ്ധം ചെയ്ത് 10 കൊല്ലം യുദ്ധം ചെയ്തിട്ടാണ്. ഹെലന ട്രോയ് വലിയ സുന്ദരിയായിരുന്നു. അവർക്ക് വേണ്ടി ഇലിയഡിലെ യുദ്ധം 10 വർഷം ഉണ്ടായി. ഞങ്ങൾ പോലീസ് കേസ് ചില പുരുഷന്മാരുടെ കൊലക്കേസ് അന്വേഷിച്ച് പോകും. ഒരു തുമ്പം കിട്ടുകയില്ല. അപ്പൊ ഫർദർ എവിഡൻസ് എല്ലാം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഭാര്യയുടെ മൊഴി എടുക്കാൻ ചെല്ലും. ആ സമയത്ത് ഭാര്യ സുന്ദരിയാണെങ്കിൽ അപ്പനൊക്കെ മനസ്സിലാവും ഇവളെ പ്രാപിക്കാൻ വേണ്ടി ഏതോ ഒരു ജാരൻ അല്ലെങ്കിൽ ഒരു രഹസ്യ കാമുകൻ ഭർത്താവിനെ കൊന്നിരിക്കുകയാണ് അവളെ കൈവശം വരുത്താനായിട്ട്. അതന്വേഷിച്ച് പോകുമ്പോൾ കേസ് പെട്ടെന്ന് തെളിയും. അതുകൊണ്ട് ഭാര്യയെ ബരുവള സുന്ദരിയാക്കണ്ടെന്ന് ഭഗവാൻ തീരുമാനിച്ചു. എന്നാലും ഭാര്യ ഒരു കാര്യം ചെയ്തതല്ലേ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഭാര്യയെ ഗൗരിയാക്കി. ഗൗരി എന്ന് പറഞ്ഞാൽ ചെമ്പിന് നിറമുള്ള കോപ്പർ കളറാക്കി മാറ്റി. അതായത് നോർവേ, സ്വീഡൻ, ഡെൻമാർക്കിലെ പോലെ വെളുവിള വെളുത്ത മദാമയാക്കിയില്ല. ഇറ്റലിയിലെ സ്പെയിനിലെ മദാമമാരെ പോലെ ചെറിയ ചുവപ്പ് നിറമുള്ള മദാമയാക്കി മാറ്റിക്കൊടുത്തു പാർവതിയെ. മദാമമാരെ ഒന്നും കാണാത്ത കാലത്ത് ഈ പാർവതി എങ്ങനെ ഈ ആഗ്രഹം ഉണ്ടായി നമ്മൾ ചിലപ്പോൾ അമ്പരം തോന്നും. അങ്ങനെ ഗൗരിയായി മാറി. ഇപ്പോഴത്തെ സ്ത്രീകൾ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ബ്യൂട്ടീഷ്യൻ എടുത്തു പോകും. ബ്യൂട്ടീഷ്യന്മാരുടെ തലത്തപ്പൻ പരമശിവനാണ്. സ്വന്തം ഭാര്യയെ കിട്ടാൻ ആദ്യം പ്രയോഗിച്ചെന്ന് മാത്രമല്ല എന്റെ വ്യത്യാസം. അപ്പൊ ഭാര്യമാർ ബ്യൂട്ടീഷ്യൻ എടുത്ത് പോകുന്ന 500 എന്ന് പറഞ്ഞാൽ തരത്തിലടി എന്ന് പറയരുതെന്ന് പരമശിവൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പരമശിവനും പാർവതി നമ്മളുടെ ബന്ധം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. പരമശിവൻ ആനയായി മാറുമ്പോൾ പാർവതി ആനയാവും. പരമശിവൻ കുരങ്ങനായി മാറുമ്പോൾ ഭാര്യ കുരങ്ങനാവും. പരമശിവൻ മാറുന്നതനുസരിച്ച് ഭാര്യ മാറും. അതാണ് അവർ തമ്മിലുള്ള സൈക്കോളജി. പക്ഷെ ഭാര്യ എങ്ങനെ ഭർത്താവിനെ മനസ്സിലാക്കിയിട്ടുള്ള അപകടം എന്താണ്? അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കും. കൂർമാവതാരം ഉണ്ടാവുകയാണ്.
ദുർവാസാവ് എല്ലാവരും ശപിച്ചിങ്ങനെ അടക്കാണ്. ദുർവാസാവിന് സ്ത്രീകൾ എന്ത് ചെയ്തു? ഒരു ഹാരം വാങ്ങിച്ചു കൊടുത്തു. ഹാരം കഴുത്തിലുണ്ടാകുന്ന തുടങ്ങിയപ്പോൾ ദുർവാസാവ് നോക്കുമ്പോൾ ദൈവേന്ദ്രൻ ആനയുടെ ഭാര്യഭാഗത്തിന് പുറത്തു വരുന്നു. ദുർവാസാവ് ഹാരം വലിയാണ്. സംഹാരത്തിന്റെ ദേവനായ പരമശിവന്, മരണത്തിന്റെ ദേവനായ പരമശിവന് മരണമുണ്ടോ? ഭാര്യയ്ക്ക് അത് മനസ്സിലായില്ല. പരമശിവന് മരണമില്ല എന്ന് ഭാര്യയ്ക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അബദ്ധത്തിൽ കയറി കോങ്ങിക്ക് പിടിച്ചു കൊടുത്തത്. ആ വിഷം അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. അങ്ങനെയാണ് വള്ളത്തോൾ പാടുന്നത്, നീലകണ്ഠനായതല്ലോ പരമശിവൻ. അങ്ങനെ പരമശിവൻ നീലകണ്ഠനായി. അത് ഇങ്ങനെ ധ്യാനത്തിലിരിക്കുകയാണ്. മോൻ ഗണപതി തുള്ളി ചാടിച്ചാടി നടന്ന് മടി കയറി അപ്പന്റെ ശരീരത്തെ പിടിച്ചപ്പോ ഇവിടെല്ലാം അവിടെ കറുത്ത കിടക്കുന്നു. ഗണപതി ഓടി പേടിച്ചു വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ നമ്മുടെ അപ്പന്റെ കഴുത്ത് മുഴുവൻ കറുത്ത് കിടക്കണം, എന്തോ കുഴപ്പം? പറവതി പറഞ്ഞ പെണ്ണു മോനെ പാലായ്മ നടന്നപ്പോ ഹലാലുള്ള വിഷം ഭൂമി വന്നപ്പോ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി പരമേശ്വരന്റെ അടുത്ത് വിഴുങ്ങി മോനെ. അച്ഛന് മരണമില്ലെന്ന് എനിക്ക് അറിയാൻ പറ്റിയ ഓർത്തില്ല മോനെ, ഞാൻ കയറി കോങ്കി പിടിച്ച് അങ്ങനെ എന്ത് വിഷമായി പോയതാണെന്ന് പറഞ്ഞു. പറവതി പറഞ്ഞു, മോനെ ഞാൻ നിനക്ക് അനുഗ്രഹം തരികയാണ്. ഈ ലോകത്തിന് മുഴുവൻ ഒരു വിഘ്നം വന്നപ്പോ ആ വിഘ്നം വിഷം എടുത്ത് കഴിച്ചിട്ട് ലോകത്തെ രക്ഷിച്ചത് പരമേശ്വരനാണ്. അതുകൊണ്ട് മോനെ നീ വിഘ്നേശ്വരനായി ഞാൻ നിനക്ക് അധികാരം തരികയാണ്. ലോകത്തിലെ മനുഷ്യർക്ക് എപ്പോഴെങ്കിലും വിഘ്നം ഉണ്ടെങ്കിൽ ആ വിഘ്നം നീ മാറ്റി കൊടുക്കണം. അങ്ങനെ ഗണപതി വിഘ്നേശ്വരനായി മാറുകയാണ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഉത്സവം വരികയാണ്. ആ ഗണപതി വിഘ്നേശ്വരനാണ്. എന്ത് പ്രശ്നമുണ്ടല്ലോ അവിടെ പറഞ്ഞാൽ കൊട്ടാരക്കര ഗണപതി ആ വിഘ്നം മാറ്റി കൊടുക്കും. അവർ ഭാര്യയുടെ പൊസിഷൻ എന്താണ് എന്ന് വളരെ കൃത്യമായി പാർവതിയുടെ അവതാര സമയത്ത് നമ്മെ പഠിപ്പിച്ച് തരികയാണ്. ഭർത്താവും ഭാര്യ എങ്ങനെ പെരുമാറും, അവർ തമ്മിലുള്ള റിലേഷൻസ് എങ്ങനെയാവണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നാലാമതായി ഭഗവതി അവതരിക്കുന്നു, കാളി ഭഗവതി അവതരിക്കുകയാണ്. പല കാളി ക്ഷേത്രത്തിലും കാളി ഭഗവതിയെ കവത്തിരുണ്ട് അങ്ങോട്ട് പിക്ചർ വെച്ചിരിക്കുകയാണ്. കാളി ഭഗവതി കറുപ്പാണോ? അല്ല, കാളി ഭഗവതി സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ് കാളി ഭഗവതി. മലയാളിയെ ജനിച്ച ഏറ്റവും മഹാനായ ശങ്കരാചാര്യൻ സർവജ്ഞപീഠം കയറിയ ശേഷം ശാരദാ പടത്തിൽ നിന്ന് ദേവിയെ സ്തുതിക്കുകയാണ്. ത്രിപുര സുന്ദരി എന്ന് പറഞ്ഞ പാട്ട് തുടങ്ങി ജ്ഞാനേശ്വരി ഇറങ്ങുന്നത് ഡാൻസ് ചെയ്തു, ദുർഗാദേവി ഇറങ്ങുന്നത് ഡാൻസ് ചെയ്തു, അത് കഴിഞ്ഞ് പാർവതിദേവിയെ സ്തുതിച്ചു, പാർവതിദേവി ഇറങ്ങുന്നത് ഡാൻസ് ചെയ്തു, അത് കഴിഞ്ഞ് കാളി ഭഗവതി ഇറങ്ങി വരികയാണ്. കാളി ഭഗവതി ഇറങ്ങി വന്നപ്പോൾ ശങ്കരാചാര്യർ പറയുകയാണ്, വിശ്വേശ്വരനിൻ കനക കളയവര ദർശനമേ പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം സച്ചിദാനന്ദം. കാളി ഭഗവതി സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ കാളി ഭഗവതി സ്വർണ്ണമുള്ള സുന്ദരിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കാളി ക്ഷേത്രമുണ്ട്, മൃദംഗ ശൈലേശ്വര ക്ഷേത്രം. സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. 2 കോടി രൂപ വിലയുടെ ഒരു വിഗ്രഹം. അന്ന് രാജകൊട്ടാരത്തിലെ പ്രധാന ദേവതാസങ്കല്പം കാളി ഭഗവതിയാണ്. അവിടെ ചെന്ന് കാളി ഭഗവതി കണ്ടിട്ടുണ്ടോ? സ്വർണ്ണം നിറമുള്ള സുന്ദരിയാണ്. പക്ഷെ തെക്കേ ഇന്ത്യയിലും ബംഗാളിലൊക്കെ ഉള്ള അവിടെ സ്വർണ്ണമുള്ള സുന്ദരിയെ പ്രവേശിച്ചാലേ ഈ ദേവി നമ്മുടെ ഒന്നും വകുപ്പിൽപ്പെട്ട ആളെല്ലാം ജനങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് അവരുടെ നിറവുമായി താതാത്മ്യം പ്രാപിക്കാനാണ് കാളി ഭഗവതിയെ കറുത്ത നിറവുള്ളതായി ചിത്രീകരിക്കുന്നത്. ചില അമ്മമാർ പെണ്ണ് കാണാൻ വന്നിട്ട് പറയും, പെങ്കൊച്ച് കൊള്ളാം, പക്ഷെ കണ്ട കാളി ഭഗവതിയെ പോലെ ഇരിക്കും. പെങ്കൊച്ച് കറുത്താന്ന് പറയാൻ വേണ്ടി വിവരമില്ലാത്ത അമ്മാവൻ പറയാണ് കാളി ഭഗവതി പോയി. കാളി ഭഗവതി സ്വർണ്ണമുള്ള സുന്ദരി അമ്മാവൻ അറിഞ്ഞോടാ. അപ്പൊ ഇത് അങ്ങനെയാണത് സ്വർണ്ണമുള്ള സുന്ദരിയായി കാളി ഭഗവതിയെ കറുത്ത കാളി ഭഗവതിയാക്കിയത്. കാളി ഭഗവതി നാക്കൊക്കെ നീട്ടി രക്തം പുരട്ടി നിൽക്കുകയാണ്. കഴുത്തിലൊരു തലയൊട്ടി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അരക്കെട്ടിൽ മനുഷ്യരുടെ വിരലുകൾ മുറിച്ച് അരിഞ്ഞാണ് ഇട്ടുകൊണ്ട് നിൽക്കുക. കൊച്ചുകുട്ടികൾ കാളിക്ഷേത്രത്തിൽ അയ്യോ അമ്മയെന്ന് പറഞ്ഞ് പേടിച്ചു. എന്താണ് ഈ സംഭവം? മനുഷ്യന്റെ സംസാര ശേഷി കാളി ഭഗവതിയുടെ ദാനമാണ്. സംസ്കൃതത്തിൽ പ്രസംഗ കലയെപ്പറ്റി പുസ്തകം എഴുതിയ വാക്പടൻ 12 വയസ്സ് വരെ സംസാരിക്കില്ലായിരുന്നു. ചതുർവൃത്തി വിക്രമാദിത്യന്റെ അഭിപ്രായം അനുസരിച്ച് അച്ഛൻ നവരത്നങ്ങളിൽ ഒരാളായ കവി തൻവന്തരി ശമണക അമർസിംഹശങ്ക വേതാളഭട്ട കടവപ്പുഴ കാളിദാസ വരാഹം മികര വരജി ആ കവി ഉജ്ജയിനിലെ കാളിക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയും സംസാര ശിക്ഷ കിട്ടുകയും ചെയ്തു. കിട്ടിയെന്ന് മാത്രമല്ല പ്രസംഗ കലയെപ്പറ്റി വിശ്വപ്രസിദ്ധ പുസ്തകം എഴുതി വാക്പടൻ
വാക്കുകൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ, വാക്ക് പടൻ. ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവം നടക്കുമ്പോൾ പ്രസിദ്ധമായ കഥകളി നടക്കും. കഥകളിയിലെ ആട്ടക്കഥകൾ എഴുതിയുണ്ടാക്കിയത് കോട്ടയം തമ്പ്രാൻ എന്ന് വിളിക്കുന്ന പഴശ്ശിരാജാവിന്റെ അമ്മാവനാണ്. 4 വയസ്സ് സംസാരിക്കില്ലായിരുന്നു. ഭഗവന്റെ ശരീരത്തിലെ ഭഗവത് അനുഗ്രഹത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ നാക്കിന്റെ കഴിവ് കാളിഭഗവത് ദാനമാണ്. അതുകൊണ്ടാണ് പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് ഹിന്ദുക്കൾ കാളിഭഗവതി സ്തുതിക്കും പ്രസംഗം ഭംഗിയായിട്ട് പോകാനായിട്ട്. കഴുത്തിൽ എന്തിനാണ് ഈ തലയൊട്ടി തൂക്കിയിട്ടിരിക്കുന്നത്? ആ തലയൊട്ടിക്കകത്തുള്ള തലച്ചോറിന് ബുദ്ധി ഉണ്ടാക്കുന്നത് കാളി ഭഗവതിയുടെ ദാനമാണ്. മഹാനായ കാളിദാസൻ രുദ്രൻ എന്ന പേരിലുള്ള ഒരു വിറകുവെട്ടുകാരനായിരുന്നു. കാണാൻ സുന്ദരൻ, പക്ഷെ വിവരം എന്ന് പറഞ്ഞാൽ 7 അര കുതിർ പോയിട്ടില്ല. ഒരു ഇരിക്കുന്ന ശകരം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പണ്ഡിതയായ ഒരു സ്ത്രീയുടെ സേവകന്മാർ പോയി. അവർ പറഞ്ഞ് ഇരിക്കുന്ന ശാഖ വെട്ടിയാൽ നീ എന്റെ കൂടെ താഴെ ചത്തുപോകല്ലേ, ആവുന്നില്ല എന്ന്. അവസാനം ശാഖ കൊണ്ട് അയാൾ താഴോട്ട് വരുമ്പോൾ വേറൊരു ശാഖ പിടിയിട്ടുണ്ട് രക്ഷപ്പെട്ടു. അയാൾക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാനായിട്ട് വീട്ടിൽ വിളിച്ചൊന്നു. അപ്പൊ ആ വീട്ടിലെ പണ്ഡിതയായ സ്ത്രീ തന്നേക്കാൾ പാണ്ഡിത്യമുള്ള ഒരു പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കുന്നത് വാദിച്ചത്. പലരും പെണ്ണ് കാണാൻ വരും, പരാജയപ്പെട്ടങ്ങ് പോകും. ഈ രുദ്രൻ അവിടെ വന്ന സമയത്ത് രാമരാവണ യുദ്ധം ഒരു പടമായിട്ട് വരച്ചു വെച്ചിരിക്കുകയാണ് ഭിത്തിയിൽ. അത് കണ്ട ഉടനെ രുദ്രൻ പറഞ്ഞു, രാവണ രാവണ എന്ന് പറഞ്ഞു. സ്ത്രീ പറഞ്ഞു, ഇവന്റെ വീടല്ലെന്ന് തോന്നല്ലോ, ഇവൻ രാവണനെ കയറി രാവണൻ എന്ന് വിളിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് പണ്ഡിതൻ പറഞ്ഞു, അവൻ പറഞ്ഞാണ് ശരി. വാൽമീകി രാമായണത്തിൽ കൈകസ്യയുടെ 3 മക്കളെ പറ്റി പറയുന്നുണ്ട്. കുംഭകർണോ പകാരോസ്തി വിഭീഷണ രാക്ഷസാനാം കുലശ്രേഷ്ഠേ രാവണോ നൈവ രാവണ. കൈകസ്യ 3 മക്കളെയും പിന്നെ 2ാമത്തെ അക്ഷരം ഭായാണ്. കുംഭകർണൻ, വിഭീഷണൻ, മൂത്തവന്റെ പേര് രാവണൻ. എപ്പോഴും പണം കൊത്താനൊക്കെ സ്വഭാവമാണ്. അത് ആളുകൾ പറയുന്നത് രാവണനായപ്പോയതാണ്. സ്ത്രീ തോലിൽ സമ്മതിച്ച് രുദ്രനെ കല്യാണം കഴിച്ചു. രാത്രി 12 മണിയായപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി വിവരം കെട്ടവൻ. എല്ലാ സ്ത്രീക്കും ഈശ്വരൻ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ആദ്യ രാത്രി 12 മണിയാകുമ്പോൾ തന്നെ ഭർത്താവ് എത്രയൊക്കെയുണ്ടെന്ന് സ്ത്രീക്ക് മനസ്സിലാവും. പുരുഷൻ എത്ര കാലം ഭാര്യ കൂടെ നടന്നാലും ഭാര്യയെ പറ്റി ഒരു പുല്ലും മനസ്സിലാവത്തില്ല ഭർത്താവിന്. അതാണ് ഭർത്താവിന്റെ കുഴപ്പം. ഞാൻ തലശ്ശേരി ASP ആയിരുന്നപ്പോ 22 കൊല്ലം ഭാര്യയായിരുന്ന ഒരു സ്ത്രീ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ രക്ഷപ്പെട്ടതാണ്. ഞാൻ ആ ഭർത്താവിന്റെ ചോദിച്ചു, നീ 22 കൊല്ലം കൂടെ കൊണ്ടുവന്നല്ലോ, നിനക്ക് നിന്റെ ഭാര്യയെ മനസ്സിലായില്ലേ? ഇല്ല സാറേ, മനസ്സിലായില്ല സാറേ. അതാണ് പുരുഷന്റെ കുഴപ്പം. രുദ്രനെ അടിച്ചിറക്കി വിട്ടു. രുദ്രൻ നേരെ ഉജ്ജയിനിലെ കാളിക്ഷേത്രത്തിൽ വന്നു. മറ്റെല്ലാ ദേവന്മാരും ഒക്കെ അമ്പലത്തിനകത്തിരിക്കും, കാണേണ്ടത് ഇങ്ങോട്ട് വരണം. പക്ഷെ കാളിഭഗവതിക്ക് സ്വഭാവമുണ്ട്. കാളിഭഗവതി ക്ഷേത്രത്തിൽ ഇറങ്ങി നാട്ടുകാരുടെയൊക്കെ ക്ഷേമം അന്വേഷിച്ച് ഇങ്ങനെ പോകും. എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പരിഹരിച്ചോളൂ. ഞങ്ങളുടെ പോലീസ് ഭാഷ പറഞ്ഞ പെട്രോളിങ്ങിന് പോകും. കാളിഭഗവതി പെട്രോളിങ്ങിന് പോയിരിക്കാൻ രുദ്രൻ വന്നിട്ട് അകത്ത് കയറി കട അടച്ചു. പെട്രോളിങ് കഴിഞ്ഞ് പുറ തിരിച്ചു വന്നു. അകത്താറെന്ന് വെച്ചാൽ പുറത്താറന്നു. 2 തവണ കഴിഞ്ഞപ്പോൾ പുറത്ത് കാളി എന്ന് പറഞ്ഞു, അകത്ത് ദാസൻ. അങ്ങനെയാണ് രുദ്രൻ കാളിദാസനായി മാറിയത്. കാളിദാസൻ എനിക്ക് എന്ത് വേണം? എനിക്ക് വിദ്യ വേണമെന്ന് പറഞ്ഞു. എന്റെ നാക്ക് പുറത്തേക്ക് നീട്ടാൻ പറഞ്ഞു. നാക്ക് പുറത്തേക്ക് നീട്ടി. ആ നാക്കിൽ കാളി ഭഗവതി എഴുതി ഹരി ശ്രീ ഗണപതായി നമ. നിങ്ങൾ ഞാൻ എഴുതാനിരുന്നപ്പോൾ എഴുതിയ വരിയുണ്ടല്ലോ, കാളിദാസന്റെ നാക്കിൽ കാളി ഭഗവതി എഴുതാണ്. ഗണപതിയാണ് വിഘ്നേശ്വരൻ. അതുകൊണ്ട് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ ഒരു വിഘ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഹരി ശ്രീ ഗണപതായി നമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത്. കാളിദാസൻ അറിവുള്ളവനായി മാറി. അവൻ നേരെ തിരിച്ച് ഭാര്യ വീട്ടിൽ വന്നു. അവന്റെ അറിവ് അങ്ങോട്ട് കേട്ടപ്പം ഭാര്യ അമ്പരന്ന് പോയി. അസ്ഥി കച്ചിദ്വാഭിലാസ, എന്തൊരു ഭയങ്കര വാക്ചാതുര്യം. കാളിദാസൻ പറഞ്ഞു, നീ എന്നെ അടിച്ചിറക്കി വിട്ടതല്ലേ, നിന്നോട് ഒരു ബന്ധവും ഇനി എനിക്കില്ല. പക്ഷെ നീ ഇപ്പൊ ഒരു 3 വാക്ക് പറഞ്ഞില്ലേ, അത് വെച്ച് ഞാൻ 3 മഹാകവി എഴുതും. കാളിദാസൻ ആദ്യമായി കുമാരസംഭവം എഴുതുകയാണ്. അസ്തുസ്തരസ്യാം ദിശി ദേവതാത്മ അസ്ഥി എന്ന വാക്യത്തിലാണ് കുമാരസംഭവം തുടങ്ങുന്നത്. പിന്നെ അദ്ദേഹം മേഘസന്ദേശം എഴുതി. കജ്ജു എന്ന വാക്ക് വെച്ചിട്ടാണ് മേഘസന്ദേശം തുടങ്ങുന്നത്. 3ാമത് കാളിദാസന്റെ ഏറ്റവും ബെസ്റ്റ് കൃതി രഘുവംശം. ശ്രീരാമേന്ദ്ര ഭഗവാന്റെ മുമ്പുള്ള 4 തലമുറ, ശ്രീരാമേന്ദ്ര ഭഗവാൻ പിന്നുള്ള 2 തലമുറ, 7 രാജാക്കന്മാരുടെ ചരിത്രം. തുടങ്ങുന്നത് എങ്ങനെയാണ്? വാകുലാസ വാണി ഗണപതി. ഭാര്യയുടെ വായിൽ നിന്ന് 3 വാക്ക് വെച്ചിട്ടാണ് 3 മഹാവ്യം കാളിദാസൻ എഴുതുക. അറിവ് വേണമെങ്കിൽ കാളീക്ഷേത്രത്തിൽ പോകും.
എഴുതണം. എഴുതുന്നതിന്റെ ആളാരാണ്? കാളി ഭഗവതി. അതുകൊണ്ടാണ് മനുഷ്യന്റെ വിരളം മുറിച്ച് അരഞ്ഞാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പഠിക്കാനിരിക്കാൻ നമ്മൾ സരസ്വതിയെ നമസ്തുവെന്ന് പ്രാർത്ഥിക്കും. പക്ഷെ പരീക്ഷ എഴുതാൻ പോകുന്നതിന്റെ ആൾ നമ്മളവിടെ പോകും, കാളി ഭഗവതിയുടെ ക്ഷേത്രത്തിൽ പോകും. പട്ടാളക്കാരൻ പോലീസുകാരോടെ പോകും, ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ പോകും. സ്പോർട്സുകാരോടെ പോകും, ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ പോകും. ഓട്ട മത്സരത്തിന് പോകണമെങ്കിൽ, ഗുസ്തി മത്സരത്തിന് പോകണമെങ്കിൽ നമ്മൾ ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ പോകും. അതായത് ദുർഗാദേവിയാണ് ഈ കായിക പരിപാടികളുടെയൊക്കെ ആശാൻ. അങ്ങനെ എഴുത്തിന്റെ ആള് ഭഗവതി ആയതുകൊണ്ടാണ് വിരലുകൾ മുറിച്ച് അരക്കെട്ടണിയിച്ച് കാളിഭഗവതി നിൽക്കുന്നത്. അപ്പോൾ കാളീക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴാണ് ഈ കാളിയുടെ അവതാരം എന്താണെന്ന് മനസ്സിലാകും. അഞ്ചാമതായി കാളി ഭഗവതി ഭഗവതിയുടെ അവതാരം ലക്ഷ്മി ദേവിയായിട്ടാണ്. ലക്ഷ്മി ദേവി സമ്പത്തിന്റെ ആളാണ്. സമ്പത്ത് പാരായണം നടക്കാൻ 70 സാധനം പൊങ്ങി വന്നു, നവരത്നങ്ങൾ പൊങ്ങി വന്നു, പാരിജാത രക്തം പൊങ്ങി വന്നു. 69ാമത് പൊങ്ങി വരുന്നത് മഹാലക്ഷ്മിയാണ്. പിന്നീട് ഭഗവാന്റെ ഭാര്യയായി മാറി മഹാലക്ഷ്മി. സമ്പത്ത് പെട്ടെന്നൊന്നും വരില്ല. നമ്മൾ ദീർഘകാലം അധ്വാനിച്ച് കഴിഞ്ഞെങ്കിലെ സമ്പത്തുണ്ടാവും. അതാണ് മഹാലക്ഷ്മി 69 പൊങ്ങി വരുന്നു. 70ാമതാണ് അമൃത് പൊങ്ങി വരുന്നു. അമൃത് മരണത്തെ അതിജീവിക്കാൻ. 15 കൊല്ലം മുമ്പ് വരെ മരണത്തെ അതിജീവിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ പറ്റും. നമ്മുടെ ശരീരത്തിൽ നിന്ന് DNA മോളിക്യൂൾ ശേഖരിച്ച ശേഷം അത് ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ ഇട്ട് കൊടുത്താൽ അലക്സാണ്ടർ ജേക്കബ് അതുപോലെ ഇറങ്ങി വരും. ശരീരം പോയാലും അടുത്ത ശരീരം ഇതുപോലത്തെ ശരീരം ഇറങ്ങി വരും. അതാണ് മരണമില്ലാത്ത അവസ്ഥ. കഴിഞ്ഞ 2010 തൊട്ടേ നമുക്ക് മരണത്തെ അതിജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് വളരെ സിദ്ധവുമായി മഹാലക്ഷ്മി അല്ലെങ്കിൽ ധനം കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം കൃത്യമായിട്ട് അവിടെ പഠിപ്പിക്കുന്ന അവതാരമാണ് ലക്ഷ്മിയുടെ അവതാരം. 6ാമതായിട്ട് ഭഗവതി എന്ത് ചെയ്തു? സരസ്വതി ഭഗവതിയായി വന്നു. ബ്രഹ്മാവിന്റെ മകളായി, നാരദന്റെ അമ്മയായി വരികയാണ് അറിവ് നേടാൻ. എന്തുകൊണ്ട് ഭഗവാൻ വന്നില്ല അറിവിന്റെ ആളായിട്ട്? പുരുഷനെ കൊണ്ടത് ശരിയാവില്ല. എന്നാൽ സ്ത്രീകൾ അറിവ് ശേഖരിക്കാനും അത് പകർന്നു കൊടുക്കാനും സ്ത്രീകൾക്കാണ് അവകാശം. കേരളത്തിലെ സ്കൂൾ ടീച്ചേഴ്സിന്റെ 70% സ്ത്രീകളാണ്. കോളേജ് ലെക്ചറേഴ്സിന്റെ 65% സ്ത്രീകളാണ്. യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്ത് PhD എടുക്കുന്നതിനകത്ത് 70% സ്ത്രീകളാണ്. സരസ്വതിയുടെ അനുഗ്രഹം സ്ത്രീകൾക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ തലച്ചോറിനകത്ത് ഒരു ഫ്രണ്ടൽ ലോബില് ഗ്രേ മാറ്റർ ഒരു 50 ഗ്രാം സ്ത്രീകൾക്ക് കുറവാണ്. പുരുഷനാണ് 50 ഗ്രാം കൂടുതൽ. അതുകൊണ്ട് ഇന്റലക്ച്വൽ വർക്കിന് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സരസ്വതി വരുന്നത് സ്ത്രീയായിട്ടാണ്. 6ാമത്തെ അവതാരം. ഭഗവതി 7ാമതായിട്ട് ഭൂമിയിൽ വരികയാണ്. ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിൽ വരുന്നു, കൂട്ടുവേണം. പണ്ട് ഭഗവതി എന്ത് ചെയ്തു? വിഷ്ണുവിന് കൂട്ടായിട്ട് രാധയായി ഭൂമിയിലേക്ക് വരികയാണ്. പക്ഷെ ശ്രീകൃഷ്ണൻ ഒരിക്കലും രാധയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. പഴയ മഹർഷിയുടെ ശാപമാണ്. അത് വിവാഹ ബന്ധമില്ലാതെ, ലൈംഗിക വീഴ്ചയില്ലാതെ ഒരു സ്ത്രീ പുരുഷനെ എങ്ങനെ സ്നേഹിക്കണം അത് നമ്മളെ പഠിപ്പിക്കാനാണ് രാധയായി വന്ന സ്ത്രീ പുരുഷ സ്നേഹത്തിന്റെ മഹത്തരമായ ഭാവം നമ്മളെ കാണിച്ചു തരികയാണ് രാധയുടെ അവതാരം. ഞാൻ ഗുജറാത്തില് ദ്വാരക കാണാൻ പോയി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്ന ദ്വാരക കടലിനടിയിലാണ്. പക്ഷെ കരക്കുള്ള ദ്വാരകയിൽ സുന്ദരമായ ഒരു കഥയുണ്ട്. രാധ മരിക്കുന്നതിന് മുമ്പ് ഭഗവാനോട് ആവശ്യപ്പെട്ടു, ഭഗവാനെ ഞാൻ മരിക്കുമ്പം അങ്ങന്റെ അടുത്തിരുന്നൊന്ന് പാടണം, എന്റെ വലിയൊരു ആഗ്രഹമാണ്. ഭഗവാൻ പറഞ്ഞു ശരി. ഭഗവാൻ തയ്യാറയച്ചു. രാധയെ ദ്വാരകയിൽ കൊണ്ടുവന്നു. എന്നിട്ട് രുക്മിണിയുടെ മുറി കൊണ്ട് കിടത്തി. ഇപ്പോഴായിരുന്നെങ്കിൽ ഒരു കാമുകിയെ കൊണ്ടുവന്ന് ഭാര്യയുടെ മുറി കിടത്തിയാൽ TV-യിൽ ഒരു 1000 എപ്പിസോഡുള്ള ഒരു TV സീരിയൽ റെഡി ആയിരുന്നു. പക്ഷെ രുക്മിണിക്കറിയാം ലൈംഗിക വീഴ്ച ഉണ്ടാവില്ല, മറ്റൊന്നും ഉണ്ടാവില്ല. രാധ മരിക്കുന്ന സമയം ഭഗവാൻ അറിയാം. ഭഗവാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ പാട്ടുകൾ വായിച്ചു. ആ പാട്ട് കേട്ടോണ്ട് രാധ മരണത്തിലേക്ക് ഊർന്നു വീണു. അന്ന് രാധയുടെ മരണക്കിടക്കിൽ പാടിയ പ്രസിദ്ധമായ പാട്ടാണ് ഹരിമുരളീരവം എന്ന പ്രസിദ്ധമായ രാഗം. ഹരിമുരളീരവം യേശുദാസ് പാടുന്നതും മോഹൻലാൽ അഭിനയിക്കുന്നതും കാണാത്ത ആറ് യേശുദാസിലുണ്ടാവില്ല. ഇത് ഭാഗവതത്തിൽ പറയാത്തൊരു കഥയാണ്. പക്ഷെ ആ കഥയ്ക്കൊരു റൊമാൻറ്റിക് നേച്ചർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഥ പറയുന്നല്ലേ ഉള്ളൂ. അപ്പൊ ലൈംഗിക വീഴ്ചയും വിവാഹബന്ധവും ഇല്ലാതെ സ്ത്രീ പുരുഷ സ്നേഹത്തിന്റെ അമൂർത്ത ഭാവം നമ്മളെ പഠിപ്പിക്കാൻ
രാധയായി ഭൂമിയിലേക്ക് വരികയാണ്. എട്ടാമതായി ഗായത്രി മന്ത്രം മനുഷ്യരൂപത്തിൽ അവതരിക്കണമെന്ന് തീരുമാനിച്ചു. ഭഗവതി പറഞ്ഞു, ഗായത്രി എന്നുള്ള പേരാണ് സ്ത്രീലിംഗമല്ലേ, ഞാൻ പൊക്കോളാം. അങ്ങനെ ഭഗവതി ഗായത്രിയെ ഭൂമിയിൽ അവതരിച്ച് ഗായത്രി മന്ത്രം ചൊല്ലി നമ്മളെ കേൾപ്പിച്ചു. MS സുബ്ബലക്ഷ്മി ഗായത്രി മന്ത്രം ചൊല്ലി നമുക്ക് മനസ്സിലാവും പണ്ട് ഭഗവതി ഇങ്ങനെയാണ് ചൊല്ലുകയെന്ന്. ഏത് മന്ത്രവും സംഗീതാത്മകമായി മാറ്റി മനുഷ്യ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന മന്ത്രങ്ങളാക്കി മാറ്റുന്നത് അത് സ്ത്രീകൾ പാടി നമ്മളെ കേൾപ്പിക്കുന്ന അത്ഭുതത്തിലാണ്. അത് നമ്മളെ പഠിപ്പിക്കാനാണ് ഭഗവതി ഗായത്രിയായി എട്ടാമതായി ഭൂമിയിൽ അവതരിക്കുന്നത്. ഒൻപതാമത് ഭഗവതി ശക്തീശ്വരിയായി വരികയാണ്. സ്ത്രീക്ക് ശരീരത്തിൽ പുരുഷനേക്കാൾ ശക്തി കുറവാണ്. അതുകൊണ്ടാണ് പുരുഷൻ സ്ത്രീ അടിച്ചമർത്തുന്നത്. പുരുഷന്റെ കൈക്കും കാലിനും ഭയങ്കര ശക്തിയാണ്. പക്ഷെ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള മസിൽ പുരുഷനാണ് ദൈവം കൊടുത്തത് അല്ല, സ്ത്രീക്കാണ് കൊടുത്തത്. സ്ത്രീയുടെ ഗർഭപാത്രത്തിലെ മസിലിന്റെ ശക്തി കാഷ്യസ് ക്ലേയുടെ കൈയുടെ മസിലിന്റെ ശക്തിയുടെ 2 ഇരട്ടിയാണ്. അതുകൊണ്ടാണ് 3-3.5 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ 10 മാസം സുഖമായിട്ട് ചുവന്നു നടന്നിട്ട് ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. പക്ഷെ ഈ സ്ത്രീക്ക് ശക്തി അസാധാരണമായി ഈശ്വരൻ കൊടുത്തൊരു കഴിവാണ്. ജസ്റ്റീൻ ചക്രവർത്തി നിയമസംഹിത ഉണ്ടാക്കിയ ജസ്റ്റീൻ ചക്രവർത്തിയായി വാഴുകയാണ്. AD 532 ഗ്രീൻസും ബ്ലൂസും കുറച്ച് കുത്തിയായിരുന്നിട്ട് ജസ്റ്റീൻ ഒരു വിപ്ലവം ഉണ്ടാക്കി. വിപ്ലവം ഇങ്ങനെ മാർച്ച് ചെയ്ത് വരികയാണ്. ജസ്റ്റീൻ ഓടിച്ചെന്ന് വീട്ടിൽ ചെന്നു. ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നമ്മൾ സ്വർണ്ണം രക്തമൊക്കെ എടുക്ക്, നമുക്ക് സ്ഥലം വിടാം, വിപ്ലവം നടന്നുകൊണ്ടിരിക്കാറുള്ളത്. തിയോഡോറ എന്ന ഭാര്യ, ഇയാൾ ചക്രവർത്തിയാണെന്ന് വിചാരിച്ചിരുന്നില്ല, ഇയാൾ സേനാനായകന്റെ മോനായിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ തിയോഡോറ പകുതി മുണ്ടും പറിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു നർത്തകയായിരുന്നു. അങ്ങനെ പ്രേമിച്ച് കെട്ടുകയാണ്. പക്ഷെ ചക്രവർത്തി അങ്ങ് മരിച്ചു. 526 ഈ സേനാനായകൻ മുഖ്യ സേനാനായകനായ രാജാവായി. അയാൾക്ക് മക്കളുണ്ടായില്ല. അപ്പൊ എന്ത് ജസ്റ്റീൻ ഒന്നാമൻ തന്റെ അനന്തരവനായ ജസ്റ്റീനെ പിടിച്ച് ചക്രവർത്തിയാക്കി. ഒരു ഊഹമില്ലാതെ ഇയാൾ ചക്രവർത്തിയായതാണ്. ഈ ഡാൻസുകാരി പെണ്ണ് ചക്രവർത്തിനി പ്രിൻസ് ക്യൂനായി മാറി. ഓടാനാ? ഞാൻ ഓടത്തില്ല. നീ ധരിക്കുന്ന ഈ പപ്പു ഉണ്ടല്ലോ, രാജാക്കന്മാർക്ക് നല്ലതാണ്, ചപ്പ കുഴിച്ചിടാൻ നല്ലതോ അത്, നീ ഓട്, ഞാൻ പോകത്തെ ചത്തോണ്ട്. ഇവരുടെ ഈ സ്റ്റാൻഡ് കണ്ടപ്പോണ്ടല്ലോ, അന്നത്തെ ഏറ്റവും വലിയ സേനാനായകനുണ്ടായിരുന്നു. അയാളെ വിളിച്ചു ജസ്റ്റീൻ ചക്രവർത്തി. ഇവരെ നേരിടാമെന്ന് ചോദിച്ചു. എല്ലാം നേരിടാം, പക്ഷെ നാളെ രാവിലെ ശവം എന്നോട് ചോദിച്ചു വെക്കരുന്നു. അയാൾ സൈന്യമായിട്ട് ഇറങ്ങി 30,000 വരെ ആട്ടിച്ച് കൊന്ന് വിപ്ലവം ജയിച്ചു. അതിനുശേഷമാണ് ജസ്റ്റീൻ ചക്രവർത്തി ഹാഗിയ സോഫിയ പണിയുന്നത്. അതിനുശേഷമാണ് ജസ്റ്റീൻ ചക്രവർത്തി നിയമസഭ ഉണ്ടാക്കുന്നത്. ജസ്റ്റീൻ സ്ക്വാഡ് ഉണ്ടാക്കട്ടെ, നമ്മൾ കാണുന്ന അത്ഭുതം. വൈസന്യന് എംപയർ 1000 രൂപ കൊണ്ട് നിലനിന്നിരുന്നു ആ സ്ത്രീയുടെ ധൈര്യം കാരണം. ഇതാണ് സ്ത്രീയുടെ കഴിവ്. പുരുഷൻ ഭയപ്പെട്ട് പിന്മാറുന്ന സ്ഥലത്ത് സ്ത്രീ പിന്മാറില്ല. അവള് ഒറ്റ നിപ്പങ്ങ് നിൽക്കും. അമേരിക്കൻ കപ്പൽപട 1971 ഹൂക്ലിയിലെത്തി. യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞ നിക്സൺ ഇന്ദിരാഗാന്ധിയായിരുന്നു. പണി നോക്കാൻ പറഞ്ഞു. 3 ദിവസം യുദ്ധം നടന്നു. ഡാക്ക വീണിട്ടേ ഇന്ദിരാഗാന്ധി യുദ്ധം നിർത്തുള്ളൂ. വേറെ പുരുഷ പ്രധാനമന്ത്രിയാണെങ്കിൽ അപ്പം നിർത്തിയനായിരുന്നു. സ്ത്രീ ആയതുകൊണ്ടല്ലോ ഒറ്റ നിപ്പ് നിൽക്കും. ഇത് സ്ത്രീകളുടെ അസാധാരണ. അതാണ് ശക്തീശ്വരിയായി ഭഗവതി അവതരിക്കുന്നത്. ഭഗവതിയുടെ 10ാമത്തെ അവതാരം കലിയുഗത്തിലേക്കാണ്. കൃതയുഗത്തിൽ 4, ത്രേതായുഗത്തിൽ 3, ദ്വാപരയുഗത്തിൽ 2, കലിയുഗത്തിൽ 1. 4, 3, 2, 1 ഡിസെൻഡിങ് ഓർഡറിലാണ് ഭഗവാൻ വിഷ്ണു വന്നത്, ഭഗവതിയും വരുന്നത്. 10ാമത് അവതാരം എടുക്കാൻ നേരം ഭഗവാൻ ഭഗവതി ചോദിച്ചു, ഭഗവതിയെ എന്തായിട്ടാ പോകുന്ന കലിയുഗത്തിൽ? ഭഗവതി പറഞ്ഞു, കലിയുഗത്തിലെ മനുഷ്യർക്ക് ബുദ്ധി വേണം, അവരുടെ നാക്കിന് മധുരം വേണം. അതുകൊണ്ട് ഞാൻ തേനിന്റെ ദേവതയെ പോവാം, പ്രഭരിയെ പോവാം. പ്രഭ തേനീച്ച. അപ്പൊ തേൻ കഴിച്ചാൽ ബുദ്ധിശക്തി അപാരമാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് 1 സ്പൂൺ തേൻ കൊടുത്തിട്ട് അവൻ അടിച്ചു പറത്തി പഠിച്ചതായി. പരീക്ഷ എഴുതാൻ വന്ന കുട്ടിക്ക് 1 സ്പൂൺ തേൻ കൊട്ടാണ്ടല്ലോ, അവൻ പരീക്ഷയ്ക്ക് A+ കഴിക്കുക. ഭയങ്കര ഓർമ്മശക്തി ബുദ്ധിയാണ് ഈ തേൻ. ഭഗവതി പറയുന്നു, കലിയുഗത്തിൽ ഞാൻ മനുഷ്യന് കൂടുതൽ ബുദ്ധി ആവശ്യമുള്ള സമയമാണ്. ഞാനതുകൊണ്ട് തേനുണ്ട ദേവതയെ പോലെ പ്രമരിയായി പോവുകയാണ്. അവൾ ഭഗവതി വരുന്ന 10 അവതാരം ദേവി ഭാഗവതത്തിൽ പറയുന്നു. ഈ 10 അവതാരവും ഒരേ ഭഗവതിയാണ്.
നിങ്ങൾ ദുർഗ എന്ന് വിളിക്കുന്ന ഭഗവതി തന്നെയാണ് കാളി ഭഗവതി. അതേ ഭഗവതി തന്നെയാണ് രാധേവൻ. അതേ ഭഗവതിയാണ് ലക്ഷ്മിദേവൻ. അതേ ഭഗവതിയാണ് സരസ്വതിയായിട്ട് വരുന്നത്. ഓരോ സ്ഥലത്ത് ഓരോ ഫോമിൽ ഭഗവതി വരുന്നു. അപ്പൊ അതില് സൈന്യം, പോലീസ്, സ്പോർട്സുകാര്, കായിക അധ്വാനം കൊണ്ട് ജീവിക്കുന്ന കർഷക തൊഴിലാളികൾ, ഫാക്ടറി വർക്കേഴ്സ്, അവരുടെയൊക്കെ ദേവതാ സങ്കല്പമാണ് ദുർഗാദേവി സങ്കല്പം എന്ന് പറയുന്നത്. ദുർഗാദേവി സങ്കല്പം. അപ്പൊ ദേവിക്ക് ഓരോ തരം മനുഷ്യർക്ക് വേണ്ടി ഇന്റലക്ച്വൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ഭാവം, ടീച്ചേഴ്സിനും വേണ്ടി ജ്ഞാനേശ്വരിയായി വരുന്നു. ഭർത്താവും ഭാര്യയും നമ്മൾ റിലേഷൻ പഠിപ്പിക്കാൻ പാർവതിയായിട്ട് വരും. സമ്പത്തിന്റെ കാര്യം പഠിപ്പിക്കാൻ വരുമ്പോൾ മഹാലക്ഷ്മിയായിട്ട് വരും. പഠിക്കാൻ കഴിയുന്ന കുട്ടിക്ക് സരസ്വതിയായിട്ട് വരും. പ്രേമിക്കുന്നവർക്ക് രാധാഭാവത്തിൽ വരും. ശക്തി വേണ്ടവർക്ക് ശക്തീശ്വരിയായിട്ട് വരും. മന്ത്രങ്ങൾ ജപിക്കുന്നവർക്ക് ഗായത്രിയായിട്ട് വരും. കലിയുഗത്തിൽ ജീവിക്കുമ്പോൾ ബുദ്ധിശക്തി വളർത്താൻ വേണ്ടി പരപരയായിട്ട് വരും. ദേവി ഭാഗവത്തിലെ 10 ഭാവവും ഒരേ ദേവിയാണ്. അല്ല ദുർഗാദേവിയും കാളിദേവിയും രണ്ടല്ല, ദുർഗാദേവിയും സരസ്വതിയും രണ്ടല്ല. ഇത് ഒരേ ദേവിയുടെ 10 അവതാരങ്ങളാണ്. ആ 10 അവതാരങ്ങൾ ഓരോ അവതാരത്തിലും ദേവി നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ തത്വങ്ങളാണ്. ആ തത്വം വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ദേവി സങ്കല്പം വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാവുക. ഈ ക്ഷേത്രത്തിൽ 10,500 കൊല്ലം പഴക്കമുള്ള പ്രസിദ്ധമായ കലയരാജാക്കന്മാരുടെ കാലത്ത് തളിക്കൽ ശിവക്ഷേത്രത്തിന്റെ വലിയ പാരമ്പര്യത്തിൽ 1500 കൊല്ലം മുമ്പ് ഈ നാട് വളരെ ചില പുരാതന പ്രസിദ്ധമായിരുന്നു. 1500 കൊല്ലത്തിന് മുമ്പ് നായർ സമുദായത്തിനെ വിശ്വപ്രസിദ്ധമാക്കിയ പ്രസിദ്ധമായ നായർ തറവാട് കലയൂർ വിദേശത്തായിരുന്നു. ഇവിടെ മൈലം എന്ന് പറയുന്ന വിശാലമായ വയലേലകളെ സമ്പൽ സമൃദ്ധമാക്കി മാറ്റിയത് ഈ രാജവംശത്തിന്റെ കാലത്താണ്. ആ രാജവംശം 1258 തകർക്കപ്പെട്ടെങ്കിലും 100 കൊല്ലം കൊണ്ട് അത് പിടിച്ചു കയറുകയും വേണാടിനെ വീണ്ടും ഉയർത്തിയെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് വേണാടിനെ 4 വിഭജിച്ചെടുക്കാൻ അവർ തീരുമാനിച്ചു. വേണാടിന്റെ തലസ്ഥാനം കൊല്ലത്ത് തന്നെ തുടർന്നു. ഇളയടത്ത് സ്വരൂപം അല്ലെങ്കിൽ ഇളയ തമ്പ്രാക്കന്മാരെ കൊട്ടാരക്കര പ്രതിഷ്ഠിച്ചു. എന്നിട്ട് മൂത്ത താഴ്വഴി അങ്ങ് കന്യാകുമാരിയിലെ പത്മനാഭപുരത്തായിരുന്നു. 4-മത് നെടുമങ്ങാട് താവഴിയായിരുന്നു. അങ്ങനെ ഇളയ രാജാവിനെ വേണരാജ് ഏറ്റവും സ്ഥലത്ത് സ്ഥാപിച്ചു. അവര് AD 1825 ഒരു കൊട്ടാരം അങ്ങ് പണിഞ്ഞു. കൊട്ടാരം പണിഞ്ഞപ്പോ അത് കൊട്ടാരക്കരയായി മാറി. നമ്മൾ ഇന്ന് കാണുന്ന കൊട്ടാരക്കര അല്ല കൊട്ടാരക്കുന്ന കര. നമ്മൾ അങ്ങോട്ട് പോയി തെക്കോട്ട് തിരുവനന്തപുരത്തോട്ട് പോകുമ്പോ ഇപ്പൊ നമ്മൾ മേഴ്സി ഹോസ്പിറ്റലിരിക്കുന്ന വളത്തിനടുത്തുള്ള മേഴ്സി ഹോസ്പിറ്റലിന്റെ കുന്നിന്റെ പുറത്തായിരുന്നു ആ കൊട്ടാരം. അങ്ങനെ കൊട്ടാരം വന്ന് കരയായതുകൊണ്ട് കൊട്ടാരക്കരയായി. അതിനു മുമ്പ് കൊട്ടാരക്കര ഭരിച്ചിരുന്ന പുലയ രാജാക്കന്മാരായിരുന്നു. പുലമൺ അല്ലെങ്കിൽ പുലയമണിലായിരുന്നു രാജാവ് ഉണ്ടായിരുന്നു. കൊട്ടാരക്കരയായി അവരെന്ത് ചെയ്തു? വളരെ പ്രസിദ്ധമായ സൈന്യത്തെ ഉണ്ടാക്കി. കൊട്ടാരക്കര 2 കിലോമീറ്റർ തക്ക് ഒരു ആനപ്പടയെ കൊണ്ട് സ്ഥാപിച്ചു. കരി അല്ലെങ്കിൽ ആനയപ്പ് സ്ഥലമാണ് കരിക്കം എന്ന സ്ഥലം. കരിക്കകം ആനപ്പട്ടാളത്ത് സൂക്ഷിക്കുന്ന സ്ഥലം, അതാണ് കരിക്കകം. അവരെ വില്ലുണ്ടാക്കാൻ വലിയൊരു ശാല ഉണ്ടാക്കി, അതാണ് വില്ലൂന്നി എന്ന് പറയുന്ന സ്ഥലം. അവരെ അമ്പുണ്ടാക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി, അതാണ് കൊട്ടാരക്കര 4 കിലോമീറ്റർ അടുത്തുള്ള അമ്പൂരി എന്ന സ്ഥലം. അവരൊരു ജയിലുണ്ടാക്കി കുറ്റവാളികളെ സൂക്ഷിക്കാൻ വേണ്ടി, അതാണ് വിലങ്ങറ എന്ന സ്ഥലം. വിലങ്കിട്ടവന്മാരെ ഇട്ടിരിക്കുന്ന അറയാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വന്നിട്ട് കൊട്ടാരം തകർത്തു. മറ്റേ വിലങ്ങറയിലെ സെൻട്രൽ ജയിൽ മുഴുവൻ അടിച്ച് തകർത്ത് നാശമാക്കി. നല്ല വാളുണ്ടാക്കാൻ വേണ്ടി വാളുണ്ടാക്കുന്ന സ്ഥലമാണ് വാളകം. അതുണ്ടാക്കാൻ വേണ്ടി ആയുധത്തിന്റെ ഇതൊക്കെ അങ്ങോട്ട് ഒഴുക്കാൻ ഇത് കീഴോട്ട് ഒഴിച്ചത് ഉണ്ടാക്കുന്ന സ്ഥലം അതായിരുന്നു ആർഭാഷങ്ങളുടെ കീഴോട്ട് കുടുംബം. അവർക്ക് കീഴോട്ട് ഒഴിച്ച് വാളുണ്ടാക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ പ്രസിദ്ധമായ മാറ്റങ്ങൾ 14 ശേഷം ഉണ്ടായി. ഇന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം 1400 കൊല്ലത്തിന് മുമ്പ് ഈ സ്ഥലം എത്ര പ്രസിദ്ധമാണോ അത്രയും പ്രസിദ്ധമാണ് തിരിച്ചെത്തിയിരിക്കുന്നു. അന്നത്തെ എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ പുതുക്കിപ്പണിഞ്ഞിരിക്കുന്നു. വളരെ പ്രൗഢിയോട് ഈ ദേശം വന്നിരിക്കുകയാണ്. അതിന്റെ പ്രൗഢിയായി നിൽക്കുന്ന ഈ ദുർഗാ ഭഗവതിയുടെ ക്ഷേത്രം ഈ ദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.